പലപ്പോഴും ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുക്കുമ്പോഴൊക്കെ ചോദിക്കും, നമുക്കതെങ്ങനെ പരിഹരിക്കാം, ഉടനെ നമുക്ക് വഴിയുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 30 വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അതിന് സൊല്യൂഷനും 30 വർഷം എടുത്തില്ലെങ്കിലും കുറച്ച് സമയം എടുക്കുമെങ്കിലും നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ അതാദ്യം നമ്മൾ ഈ പ്രശ്നത്തിന് മനസ്സിലാക്കും. അതിലൊന്ന് എനിക്ക് തോന്നുന്നു, നമ്മൾ ഈ മാലിന്യ പ്രശ്നം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നതിനെ കുറിച്ചാണ്. നമ്മൾ പൊതുവിൽ നമ്മൾ വേസ്റ്റ് എന്നാണ് നമ്മൾ പറയുക. നമ്മൾ ഈ വേസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വേർഡ് വേസ്റ്റാണ്. നമ്മൾ എന്തിനെല്ലാം വേസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട് അല്ലേ? ആളിനെ വിളിക്കുന്നുണ്ട്, നമ്മളൊരു നൗണായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതൊരു വെർബായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, പലതരത്തിലാണ്. അത് നമ്മൾ ഈ ചില വാക്കുകൾ നമ്മൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നോക്കേണ്ടി വരും. അപ്പോൾ വേസ്റ്റ് എന്ന് പറയുന്നത് അത് ഒരു വെർബാണ്. ടു വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വെർബാണ്. വെർബായതുകൊണ്ട് തന്നെ അതൊരു ക്രിയ ആയതുകൊണ്ട് ആ ക്രിയയ്ക്ക് ഒരു കർത്താവ് ഉണ്ടായിരിക്കും. നിർഭാഗ്യവശാൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ആ വെർബിനെയാണ്. ആ വെർബ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ ആ ക്രിയ ചെയ്ത ആളിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്ത് തുടങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ള വേസ്റ്റ് എന്നൊരു പ്രശ്നം, നമ്മൾ ക്രിയ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മാനേജ് ചെയ്ത് നിൽക്കുന്നത്. അതൊരിക്കലും ലോകത്തിൽ ഒരിടത്തും അങ്ങനെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നടന്നിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് തോന്നുന്നു അത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഈ വേസ്റ്റ് നമ്മൾ പല വീക്ഷണകോണിൽ നമ്മൾ അതിനെ കാണാൻ ശ്രമിക്കുക. നമ്മൾ പൊതുവിൽ നമ്മൾ വേസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് വൃത്തിയില്ലായ്മ. ആ വൃത്തിയില്ലായ്മ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന SS കോവിൽ റോഡിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കോളനിയുണ്ട്. സെക്രട്ടേറിയറ്റിന് കെട്ടിടം പണിയാൻ വേണ്ടിയിട്ട് മണ്ണെടുത്ത വഴിയാണ്. അവിടെ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലാളികൾ താമസിക്കും. പിന്നെ നമ്മൾ അതൊരു ചേരി പ്രശ്നമായിട്ട് നമ്മളങ്ങ് പറഞ്ഞതുകൊണ്ട് മാത്രം അവർ ചേരിയിൽ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവരെ സംബന്ധിച്ച് കാരണം അവർ ഇത്രയും കാലം അതിലൂടെ സഹിച്ചു വന്നതുകൊണ്ട് തന്നെ അത് പലതും അവർ അതിനോടങ്ങ് താതാത്മ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ കാണുന്ന വൃത്തിയും നമ്മൾ കാണുന്ന നമ്മളെക്കാൾ മുകളിൽ ഇരിക്കുന്ന ഒരാൾ കാണുന്ന വൃത്തിയും മൂന്നാണ്. വൃത്തിയേക്കാൾ കൂടുതൽ ഇതൊരു സൗന്ദര്യബോധമാണ്. അപ്പോൾ നമ്മുടെ സൗന്ദര്യബോധത്തിന് ചേരാത്തതൊക്കെ നമ്മൾ മാലിന്യം നമ്മളങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ നമുക്കത് നമ്മുടെ ഭാഗത്ത് വേണ്ട. അതൊരു കാണാൻ ഭംഗിയില്ലാത്തതുകൊണ്ട്, കാരണം മാലിന്യം കാണാൻ ഒരു ഭംഗിയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഈ മാലിന്യത്തിനകത്തുള്ള സാധനങ്ങളിലേക്ക് നോക്കുക. ഒരു ഫ്രൂട്ടിയുടെ കവർ, ആ കവറ് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഒരു ആർട്ട് കൊണ്ട് വളരെ സൗന്ദര്യബോധത്തോടു കൂടി ഡിസൈൻ ചെയ്ത് അതിനേക്കാൾ വളരെ ആർട്ടിസ്റ്റിക്കായിട്ട് അഡ്വർടൈസ് ചെയ്ത് നമ്മുടെ അടുത്ത് എത്തിച്ച ഒരു സാധനമാണ്. ആ സൗന്ദര്യം കണ്ടിട്ട് നമ്മൾ വാങ്ങിയതാണ്. ആ സൗന്ദര്യത്തിനകത്ത് എന്തോ ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ക്വാളിറ്റി ആ സൗന്ദര്യത്തിൽ അത് പ്രതിഫലിക്കുന്നു എന്ന് കണ്ടിട്ട് നമ്മൾ വാങ്ങി ഉപയോഗിച്ചിട്ട് നമ്മൾ വലിച്ചെറിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് എൻ്റെ സൗന്ദര്യം അങ്ങ് ഇല്ലാതാവുകയാണ്. അപ്പോൾ അത് കൂടിക്കിടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സൗന്ദര്യ കേടുണ്ട്, ഒരു ശീലക്കേടുണ്ട്. അപ്പോൾ നമ്മളത് കാണണ്ട. അങ്ങനെ കാണുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് അവരെ സംബന്ധിച്ച് വേസ്റ്റിൻ്റെ പ്രശ്നം വെച്ചാൽ അത് കാണാൻ കൊള്ളില്ല. അത് കണ്ടു കഴിഞ്ഞാൽ എന്തൊരു സാധനമാണ്, നമ്മുടെ പരിസരത്ത് വേണ്ട. മറ്റു ചിലർ ഇതിനെ കാണുന്നത് ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായിട്ടാണ് പൊതുവിൽ. കാരണം നമ്മളിതിന് നന്ദി പറയേണ്ടത് ചിക്കൻ ഗുനിയാണ്. കാരണം കേരളത്തിൽ മാലിന്യ പ്രശ്നം ഒരു പൊതുവിൽ ഒരു ചർച്ചയാക്കി മാറ്റാൻ ഇടയാക്കിയത് ആദ്യത്തെ ചിക്കൻ ഗുനിയ അറ്റാക്കാണ്. അപ്പോൾ ചിക്കൻ ഗുനിയ വന്നപ്പോഴേക്ക് എല്ലാവരും കൊതുകിൻ്റെ പിറകെ പോയപ്പോഴേക്ക് അത് മാലിന്യ പ്രശ്നമാണെന്ന് പറഞ്ഞു. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോഴും തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചിക്കൻ ഗുനിയ മാറി പുതിയ ഡെങ്കു. അപ്പോൾ നമുക്കിതിങ്ങനെ ഓരോന്നായിട്ട് ഓരോ വർഷം നമുക്ക് ഓരോന്നായിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. കൊതുകിനല്ല കുഴപ്പം, ഇത് വെക്ടർ ബോൺ ഡിസീസാണെന്ന് പറയുമ്പം വെക്ടർ കൊണ്ടുണ്ടാകുന്ന ഡിസീസല്ല. അപ്പോൾ വൈറസ് എവിടെ? ആ വൈറസ് വൈൽഡായിട്ട് എവിടെയൊക്കെ ഉണ്ട്. വൈറസിന് വൈൽഡായിട്ട് താമസിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തിട്ട് പാവം കൊതുകിനെയും എലിയെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ വെറുതെ കൊതുക് കടിക്കുന്ന എല്ലാവർക്കും ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഇത് കാണിക്കുന്നത് നമ്മളൊരു പൊതുജനാരോഗ്യ പ്രശ്നമായിട്ട് കണ്ടിട്ട് മാലിന്യത്തിനെ സമീപിക്കുന്ന ആളുകളുണ്ട്. ഞാനീ പറഞ്ഞു വരുന്നത് ഈ അന്ധന്മാരുടെ ആനെ കാണാൻ പോലുള്ളൊരു അവസ്ഥയാണ്. സൗന്ദര്യശാസ്ത്രപരമായിട്ട് ഇതിനെ സമീപിക്കുന്ന ആളുകൾ കൊണ്ടുവരുന്ന സൊല്യൂഷൻസ് ഒന്നായിരിക്കും. പൊതുജനാരോഗ്യ പ്രശ്നമായിട്ട് കാണുന്ന ആളുകൾ കൊണ്ടുവരുന്ന സൊല്യൂഷൻ വേറൊന്നായിരിക്കും. ഇനി കുറച്ച് പേരുണ്ട് കുറച്ചുകൂടി വ്യാപ്തിയിൽ ഇതിനെ കാണാൻ ശ്രമിക്കും. അവർ പൊതുജനാരോഗ്യത്തിനേക്കാൾ കൂടുതൽ പരിസ്ഥിതിയുടെ ആരോഗ്യ പ്രശ്നമായിട്ട് കാണും. ഈ പാരിസ്ഥിതിക ആരോഗ്യം അല്ലെ എൻവയോൺമെൻറ്റൽ ഹെൽത്തും പബ്ലിക് ഹെൽത്തും നമ്മൾ വേർതിരിച്ചറിയണം. ഈ പബ്ലിക് ഹെൽത്ത് ഉണ്ടാവണമെങ്കിൽ എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ഉണ്ടായിരിക്കണം. നമ്മളിനി എന്തൊക്കെ നല്ല ചികിത്സ തേടിയാലും, നമ്മളിനി എന്തൊക്കെ നല്ല ഭക്ഷണം കഴിച്ചാലും, നമ്മൾ കുടിക്കുന്ന വെള്ളം
വിളപ്പിൽശാലയിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലർന്ന കരമനയാറിലെ വെള്ളം കുണ്ടമൺകടവിൽ നിന്ന് പമ്പ് ചെയ്തിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മളിത് എന്ത് കഴിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മുടെ പരിസ്ഥിതി പോയിരിക്കണം, പരിസ്ഥിതി മലിനപ്പെട്ടിരിക്കുകയാണ്, പരിസ്ഥിതി ആരോഗ്യം നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഒരു പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നമായിട്ട് കാണുന്ന കുറച്ചുകൂടി ലാർജർ ഇതായിട്ട് കാണുന്ന ആളുകളുണ്ട്. പലരുടെയും വീക്ഷണം കുറച്ചുകൂടി വളരെ ചെറുതാണ്, ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമാണ്. ചിലരെ സംബന്ധിച്ച് അതൊരു അവനവൻ്റെ ആരോഗ്യ പ്രശ്നമായിട്ടാണ് കാണുന്നത്. മൂന്നാമതൊരു കൂട്ടർ കാണുന്നത് ഇത് നമ്മുടെ പരിസ്ഥിതിയുടെ ആരോഗ്യ പ്രശ്നമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ കുറച്ചുകൂടി ആലോചിക്കും, കാരണം ഇതിന് ഒരു ഹോൾ സിസ്റ്റമായിട്ട് അവർ കാണാൻ ശ്രമിക്കും. ഒരു ഇക്കോ സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് അതിനകത്തുണ്ടാകുന്ന പോരായ്മകൾ എവിടെയാണെന്ന് കാണാനായിട്ട് അവർ കുറച്ചുകൂടെ ശ്രമിക്കും. ഇനി ഇതൊരു സാമൂഹിക പ്രശ്നം കൂടിയാണ്, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഇത് വലിയ സാമൂഹിക പ്രശ്നം. നമ്മൾ തിരുവനന്തപുരത്ത് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല, വിളപ്പിൽശാലയിൽ ചെന്ന് ചോദിച്ചാൽ മതി. സാമൂഹിക പ്രശ്നമാണ് അല്ല. എങ്ങനെയൊക്കെയാണ് സാമൂഹിക പ്രശ്നങ്ങൾ? നമുക്ക് എത്ര അറിയാം. വിവാഹങ്ങൾ നടക്കാതിരിക്കുക, വീട്ടിൽ വെച്ചൊരു 10 പേർ വിളിച്ചൊരു ഊണ് എടുക്കാൻ പറ്റാതിരിക്കുക. വിളപ്പിൽശാലയിലാണോ എന്ന് ഒരു പരിഹാസം കേൾക്കേണ്ടി വരിക. അതൊക്കെ തന്നെ സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ്. നല്ല വെള്ളം കുടിക്കാനില്ലാതിരിക്കുക, എന്താണ് മാനസികമായിട്ട് നമുക്ക് ഒരു തരത്തിൽ സന്തോഷിക്കാനുള്ള ഒരു അവസ്ഥയില്ലാതിരിക്കുന്ന ഒരു വലിയ സാമൂഹിക പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അതിനും അപ്പുറത്ത് സാമൂഹിക നീതിയുടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. നമ്മൾ അറിയാം, നമ്മളെല്ലാവരും വളരെയധികം ഉത്തരവാദിത്വമുള്ള പൗരന്മാരെന്ന നിലയിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങൾ ഒരു കുട്ടയ്ക്കകത്തേക്ക് ഇട്ട് വയ്ക്കുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു അല്ലേ. ഞാൻ എൻ്റെ പച്ച ബക്കറ്റിലേക്ക് ജൈവമാലിന്യങ്ങൾ ഇട്ടു, വെള്ള ബക്കറ്റിലേക്ക് പ്ലാസ്റ്റിക്കുകളും മറ്റു സാധനങ്ങളും ഇട്ടു. കോർപ്പറേഷൻ ആൾക്കാർ വന്നപ്പോൾ ഞാൻ അതങ്ങോട്ട് നീക്കി വെച്ചു, അത് അവരെടുത്തു. അപ്പോൾ ഞാൻ വളരെ കൃത്യമായിട്ട് എൻ്റെ സിവിക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഞാനത് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ആശ്വാസം കൊള്ളും. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ നീക്കി വെച്ച ഈ 2 ചവറ്റുകൂന ഒരു വണ്ടിയിൽ കയറിയിട്ട് ഇതിനേക്കാളും വലിയൊരു ചവറ്റുകൂനയിലേക്ക് പോകുന്നു, ഒരു വലിയൊരു പെട്ടിയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഇതിനേക്കാൾ കുറച്ചുകൂടി ഒരു വലിയ ചവറുകൂനയിലേക്കാണ് പോകുന്നത്. അങ്ങനെ അത് നീങ്ങി ചെയ്യുന്നത് വിളപ്പിൽശാല എന്ന് പറയുന്നത് ഗ്രാമത്തിനെ തന്നെ നമ്മൾ മൊത്തത്തിൽ ഒരു ചവറുകൂനയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യയിലുള്ള ഇത്തരത്തിലുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ വെറുതെ ഒരു മാപ്പ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളൊന്നും നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് നോക്കി, പ്ലോട്ട് ചെയ്ത് നോക്കി, ഇതെവിടെയായിരിക്കും? തിരുവനന്തപുരത്ത് വിളപ്പിൽശാലയിലാണ്. എന്തുകൊണ്ട് ജവഹർ നഗറിൽ വരുന്നില്ല? എന്തുകൊണ്ട് TP നഗറിൽ വരുന്നില്ല? ലാലൂർ വരും, എന്തുകൊണ്ട് തൃശ്ശൂർ സിറ്റി സെൻറ്ററിനകത്ത് വരുന്നില്ല? അല്ലെങ്കിൽ കൊല്ലത്ത് സിറ്റിക്ക് അകത്ത് വരുന്നില്ല, എന്തുകൊണ്ട് ഇത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു? അപ്പോൾ അവിടെ താമസിക്കുന്ന ആളുകളെ നോക്കുക, ആരാണ് അവിടെ താമസിക്കുന്നത്, ആരാണ് അവിടെ ജീവിക്കുന്നത്? പൊതുവിൽ നമ്മൾ കാണുന്നൊരു കാര്യം, ഭൂരിഭാഗവും അത് പലതരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ കൂടിയും മൈനോറിറ്റീസ്, ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോ ദളിതർ താമസിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു തരത്തിലും നമ്മുടെ ഇന്നത്തെ പൊളിറ്റിക്സിനകത്ത് ഒരു തരത്തിലും ഈ ഒരു വിലപേശലിനുള്ളൊരു ബലമില്ലാത്ത വളരെ സാധുക്കളായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന സ്ഥലത്താണ് ഇത് ചെന്ന് അവസാനിക്കുന്നത്. അപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഉണ്ട്. ഒരു സിറ്റിക്ക് ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ഫെസിലിറ്റി വേണം എന്ന് പറയുമ്പോൾ ഒരു ലൊക്കേഷൻ തിരയുമ്പോൾ ആ ലൊക്കേഷൻ ചൂസ് ചെയ്യുന്നതിൻ്റെ പിറകിലുള്ള ഏറ്റവും ഒരു ബോട്ടം ലൈൻ ഒടുവിൽ ഇത് ചെന്ന് അവസാനിക്കുന്ന അവിടെയാണ്. അത് എവിടെയാണെങ്കിലും, അത് ചെന്നൈയിൽ ഗുമ്മിടിപ്പുണ്ടി ആണെങ്കിലും, കോയമ്പത്തൂർ വെള്ളല്ലൂരാണെങ്കിലും, തിരുവനന്തപുരത്ത് വിളപ്പിൽശാലയിലാണെങ്കിലും, കോഴിക്കോട് ഞെളിയമ്പറമ്പിലാണെങ്കിലും ഇത് ആക്സിഡൻ്റ് ആണെന്ന് നമുക്ക് പറയാം, ആക്സിഡൻ്റലി നമ്മൾ എത്തിയതാണെന്ന് പറയാം. പക്ഷേ അതൊരു ആക്സിഡൻ്റ് അല്ല തിരിച്ചറിയാം. ഇതിവിടെ മാത്രമല്ല, US അക്കാഡമിക്കായിട്ട് നടത്തിയ സ്റ്റഡി തന്നെയുണ്ട്. ഏറ്റവും കൂടുതൽ വേസ്റ്റ് ട്രാൻസ്ഫർ സ്റ്റേഷൻസ് പ്രവർത്തിക്കുന്നത് ഈ ആഫ്രോ അമേരിക്കൻസ് അല്ലെങ്കിൽ ആഫ്രിക്കൻസ് അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻസ്, വളരെ ഈ മൈഗ്രൻ്റ് ലേബേഴ്സ് താമസിക്കുന്ന ചെറു പട്ടണങ്ങളിൽ, ചെറു ഗ്രാമങ്ങളുടെ പരിസരത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ പിറകിലുള്ള ഒരു സാമൂഹിക അനീതിയുണ്ട്. അപ്പോൾ മാലിന്യ പ്രശ്നത്തിന് നമ്മൾ അങ്ങനെ കൂടി കാണണം. അപ്പോൾ നമ്മൾ വളരെ കൾച്ചേർഡ് ആണെന്ന് നമ്മൾ സ്വയം അഭിമാനിക്കുകയും അതേസമയം നമ്മൾ ചെയ്യുന്ന, ഞാൻ വലിച്ചെറിയുന്ന ഒരു കഷ്ണം കടലാസ് അല്ലെങ്കിൽ ഒരു ചെന്ന് വീഴുന്നത് വിളപ്പിൽശാലയിൽ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മയുടെ മുഖത്തേക്കായിരിക്കും. അങ്ങനെ ഒന്ന് ആലോചിച്ച് വയ്ക്കും, അങ്ങനെ ഒരു ചിത്രം ഒന്ന് കാണുന്നു. നമ്മൾ ഓരോ ദിവസവും പുറത്തേക്ക് നീക്കി വയ്ക്കുന്ന മാലിന്യങ്ങൾ ചെന്ന് അവസാനിക്കുന്നത് ഏതോ സാധുക്കളുടെ നിത്യജീവിതത്തിൽ, അവരുടെ വെള്ളത്തിലേക്ക്, അവരുടെ ജീവിതത്തിലേക്കാണ്. അവരുടെ ജീവിതത്തിനെ നമ്മൾ ഓരോ നിമിഷം നമ്മൾ അറിയാതെ നടന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് അറിയാതെ നമുക്ക് പറയാം, നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സാമൂഹിക അനീതിയുടെ വശമുണ്ട്. ഇത് വേറൊരു സാമൂഹിക അനീതി ഇതിനിടയിൽ നടക്കുന്നുണ്ട്. വളരെ സിമ്പിളാണത്, വളരെ സട്ടിലാണ്, വളരെ അങ്ങ് ആർക്കും പെട്ടെന്ന് തന്നെ അതൊരു കുഴപ്പമായിട്ട് ആർക്കും തോന്നുന്നില്ല. വീട്ടിൽ, നമ്മുടെയൊക്കെ വീട്ടിൽ ആരാണ് മുറ്റം തൂക്കുകയും മുറി തൂക്കുകയും പാത്രങ്ങൾ വൃത്തിയാക്കുകയും ചെയ്യുന്ന ആരാണ്? സ്ത്രീകളാണ്.
പൊതുവിൽ ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ ഇതൊരു ഓഫീസാണ് ഇരിക്കട്ടെ, ഇവിടെ കുറച്ച് സ്ത്രീ ജീവനക്കാർ കൂടിയുണ്ട്. നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ ആ സാറ് ഗ്ലാസ് അവിടെ വെച്ചിട്ട് ഞാൻ കഴുകിക്കോളാം എന്ന് ഒന്നുകിൽ അവർ പറയും, അല്ലെങ്കിൽ നമ്മൾ അവരെ വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ അവരുടെ മുഖത്തേക്ക് നോക്കും. അപ്പം എവിടെ ചെന്ന് കഴിഞ്ഞാൽ പഞ്ചായത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് നമുക്കൊരു പദ്ധതി ഉണ്ടാക്കുന്ന പറയുമ്പോൾ നമുക്ക് കുടുംബശ്രീ വിളിക്കാം. കുടുംബശ്രീ എന്നാണ് സ്ത്രീ സഹായ സംഘങ്ങളുടെ ഒരു കോർഡിനേറ്റഡ് ഒരു കൂട്ടായ്മയാണ്. അത് കൊണ്ടുവന്നിരുന്നത് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളിന്ന് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇൻവേരിയബിളി എല്ലാ മുനിസിപ്പാലിറ്റികളിലും എല്ലാ പഞ്ചായത്തുകളിലും നോക്കിക്കഴിഞ്ഞാൽ ഡോർ ടു ഡോർ കളക്ഷൻ എന്ന് പറയുന്നത് കുടുംബശ്രീ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സ്ത്രീ സംഘങ്ങളുടെ ജോലിയാണ്. അവർ സ്കാവെഞ്ചിങ് ആനിമൽസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ തിരുവനന്തപുരത്ത് കുറച്ചുകൂടി മോശമാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, മാസം 30 രൂപ കൊടുക്കുന്നതല്ലേ, അത് മുതലാക്കണ്ടേ, അത് കിട്ടാവുന്നതിൽ കൂടുതൽ വേസ്റ്റ് നമ്മൾ ബക്കറ്റിനകത്ത് ചവിട്ടി കയറ്റി കൊടുക്കും. അവരൊരു മനുഷ്യരാണ്, അവരും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നവരാണ്. അവർക്ക് ഇതിന് അധ്വാനിക്കുന്ന പൈസ കൊണ്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു നമ്മൾ ഒട്ടും ഒരു മാനുഷിക മൂല്യമില്ലാതെയാണ് നമ്മൾ ഈ കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നത്. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്, നമ്മൾ കൾച്ചേർഡ് ആണെന്ന് പറയുന്നുണ്ട്, നമ്മൾ ഡെവലപ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും അടിയിൽ കാണുന്ന ഈ ഒരു സ്വഭാവം ഇതൊരു റേസിസമാണ്. ഞങ്ങളിതിനെ വിളിക്കുന്നത് എൻവയോൺമെൻറ്റൽ റേസിസം എന്നാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതിനകത്ത് പുതിയ തരത്തിലുള്ള ജാതി തിരിവുകളാണ്. ഇനിയും ഒന്നുകൂടി ആഴത്തിലേക്ക് പോകുകയാണെങ്കിൽ മിക്കവാറും ഇത്തരത്തിലുള്ള ജോലി ചെയ്യുന്നവരൊക്കെ ഒരു കാസ്റ്റിൽപ്പെട്ടവരായിരിക്കും. അപ്പോൾ ഇതിനകത്ത് എല്ലാം വരുന്നുണ്ട്. ഒരു സാമൂഹിക അനീതി എന്ന നിലയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ വീണ്ടും പഴയ കാലത്തെ പോലെ തന്നെ ഏറ്റവും മോശമായ പ്രാകൃത യുഗത്തിലെന്ന പോലെ ജാതി വ്യവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയും പുതിയ പുതിയ ജാതികൾ നമ്മൾ ഉണ്ടാക്കുകയും അവരുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു അവസ്ഥയിലേക്ക് സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമൂഹത്തിനാണ് ചികിത്സ വേണ്ടത്, അല്ലാതെ റോഡിൽ കിടക്കുന്ന മാലിന്യത്തിനല്ല. ഈ സമൂഹത്തെ ചികിത്സിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ടെക്നോളജിയും പറ്റില്ല, ഒരു ടെക്നോളജി ഇല്ല അതിന്. അപ്പോൾ ഈ അസുഖത്തിനെ ചികിത്സിക്കാൻ നിങ്ങൾ എന്ത് ടെക്നോളജി കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ആരുടെ കണ്ണിലാണ് നിങ്ങൾ കൂടിയിടുന്നത്? ഈ സർക്കാരുകൾ ഇതെന്തുകൊണ്ടാണ് ഇവർ മനസ്സിലാക്കാത്തത്? ഇത് എത്ര കാലമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലാണ്, വേസ്റ്റ് എന്ന് പറയുന്നത് വെർബാണ്, അതുണ്ടാക്കുന്നത് ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ ഒരു മാനസിക അവസ്ഥയുണ്ട്, ഒരു ആറ്റിറ്റ്യൂഡുണ്ട്, ഒരു തരത്തിലൊരു സമീപനമുണ്ട് ഓരോ കാര്യങ്ങളോടും. ഞാൻ എൻ്റെ വീട്ടിലെ മാലിന്യം വലിച്ചെറിയുമ്പോൾ എൻ്റെ വീട്ടിൽ തൊട്ടപ്പുറത്തെ മതിലിന് പുറത്തേക്ക് ഞാൻ വലിച്ചെറിയും. അവിടെ താമസിക്കുന്നത് സ്ഥലം SIയോ അല്ലെങ്കിൽ സെക്രട്ടറി ഒരു അണ്ടർ സെക്രട്ടറിയോ ആണെങ്കിൽ ഞാൻ അവിടെ എറിയോ? ഇല്ല. അപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ് അതനുസരിച്ച് മാറും. ഞാൻ എങ്ങോട്ട് അറിയും? എന്നെക്കാളും താണ ഒരാളുടെ പുറത്തേക്കാണ് അറിയുക. അല്ല, എന്നെക്കാളും താണതെന്ന് എനിക്ക് തോന്നുന്ന ഒരാൾ, അത് ജാതിയിൽ താഴ്ന്നതാകാം അല്ലെങ്കിൽ സാമ്പത്തികമായി താഴ്ന്നതായിരിക്കാം. എന്നിട്ട് ഞാൻ കുളിച്ചൊരുങ്ങി ഓഫീസിൽ പോയി തിരിച്ചു. ഇത് തന്നെയാണ് കേരളം, അല്ല ഇപ്പം തിരുവനന്തപുരം നഗരം വിളപ്പിശാലയോട് ചെയ്തതാണ്. കേരളം തമിഴ്നാടിനോടും കർണാടകയോടും ചെയ്തത് തന്നെയാണ്. കേരളത്തിലെ മാലിന്യങ്ങൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ട്. കാരണം തമിഴർ, പാണ്ടികൾ ആറ്റിറ്റ്യൂഡ് നോക്കിക്കോളും. അവരധ്വാനിച്ചില്ലെങ്കിൽ ഇവിടെ അമ്പലത്തിലെ പൂജ വരെ നടക്കില്ല. പൂവ്, പച്ചക്കറി, എന്ത് സാധനം അവിടെ നിന്ന് വരണം. പക്ഷേ അവൻ പാണ്ഡ്യൻ. എന്തുകൊണ്ടാണ്? വൃത്തിയില്ല നമ്മൾ ആരോപിക്കുന്നതുകൊണ്ടാണ്, അവരുടെ നിറം ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇപ്പോഴും നമുക്ക് ആ ഒരു വർണ്ണ വിവേചനം ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ തുറന്നു പോയി കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ട്. ഈ ഒരു മാനസിക അവസ്ഥയുള്ള ഒരാൾ തമിഴ്നാട്ടിലേക്ക് വിടുന്നു, തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ കർണാടകത്തിൽ കൊണ്ടുപോയി അവർ കുഴപ്പമൊന്നുമില്ല, അവർ മാനേജ് ചെയ്തോളും. എന്നിട്ട് നമ്മൾ അറിയാത്തൊരു കാര്യം, നമ്മളെക്കാളും മുകളിൽ നിൽക്കുന്ന അമേരിക്കയും യൂറോപ്പും വർഷാവർഷം അവരുടെ വേസ്റ്റ് പ്രധാനപ്പെട്ട 3 ഡെസ്റ്റിനേഷൻ ബ്രസീൽ, ഇന്ത്യ, ചൈന ഷിപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ചൈനക്കാരൻ നമ്മളെക്കാളും കുറച്ചുകൂടി ബുദ്ധിയും കഴിവുമുള്ളവനായതുകൊണ്ട് അവൻ ഇതെല്ലാം എടുത്ത് റീസൈക്കിൾ ചെയ്തിട്ട് ഏതെടുത്താലും 30 രൂപയ്ക്ക് നമ്മുടെ റോഡിൽ കൊണ്ടുപോയി നമ്മൾ വാങ്ങിച്ച് വീടിനകത്ത് കൊണ്ടുപോയിക്കും. ഇതാണ് ഗ്ലോബൽ ചെയിൻ. ഞാൻ എന്നേക്കാളും താണത്തിലേക്ക്, എൻ്റെ പട്ടണത്തിനേക്കാൾ താണ ഒരു പ്രദേശത്തേക്ക്, ഗ്രാമത്തിലേക്ക്, എൻ്റെ സംസ്ഥാനം എന്നേക്കാളും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിലേക്ക്, എൻ്റെ രാജ്യം എന്നേക്കാൾ താഴെ നിൽക്കുന്ന ഒരു രാജ്യത്തേക്ക് കയറ്റി നിർത്തും. ഇന്ത്യയും മോശമൊന്നുമല്ല കേട്ടോ. ന്യൂക്ലിയർ വേസ്റ്റിനെ സ്റ്റീലിനോടൊപ്പം റീസൈക്കിൾ ചെയ്തിട്ട് ശ്രീലങ്കയിലേക്ക് വീട്ടുപകരണങ്ങളായിട്ട് കയറ്റി അയക്കുന്നുണ്ട് നമ്മൾ. അതിൻ്റെ വാർത്ത ഇവിടെയെങ്കിലും വരില്ല, അതിൻ്റെ വാർത്ത ശ്രീലങ്കയിൽ വരും. ഞാൻ അങ്ങനെ വായിച്ചത്, ഞെട്ടിപ്പോയി. അപ്പോൾ ഇതാണ് ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡ് അത് ഗവൺമെൻറ്റിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വലി ഓരോ വ്യക്തിയിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. ഇതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇതെടുത്ത് മാറ്റാതെ നമ്മൾ
സർക്കാരിൻ്റെ പറയുകയോ രാഷ്ട്രീയ പാർട്ടികളുടെ പറയുകയോ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇനി എത്ര ലോകത്തെ ഏറ്റവും മഹത്തായ ടെക്നോളജി കൊണ്ടുവച്ചാൽ പോലും ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇതാണ് നമ്മുടെ മാലിന്യത്തിനോടുള്ള നമ്മുടെ സമീപനം. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? എളുപ്പവഴിയാണ് നമ്മൾ എല്ലാ പരിപാടികളും ചെയ്യുന്നത്. എടുത്ത് ഒന്നുകിൽ എവിടെയെങ്കിലും അങ്ങ് എറിയുക. ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ്. ഇല്ലല്ലോ, നമ്മൾ പ്രശ്നം സോൾവ് ചെയ്തു. അല്ലെങ്കിൽ എവിടെയെങ്കിലും എല്ലാം വെട്ടി കുഴിച്ചു മൂടുക, കാണണ്ട. അത് നേരത്തെ പറഞ്ഞ സൗന്ദര്യശാസ്ത്ര സമീപനമാണ്. നമ്മുടെ പുറത്ത് കിടക്കുമ്പോഴല്ലേ വൃത്തികേട് ഉള്ളൂ. അപ്പം കുഴിച്ചു മൂടിയാൽ പിന്നെ ആ വൃത്തികേടില്ല. അതിനെന്ത് സംഭവിക്കുന്നു, അത് തിരിച്ചെൻ്റെ വെള്ളത്തിലേക്ക് വരുന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു കൺസേണും ഇല്ല. പിന്നെ എന്താ ചെയ്യുക? കത്തിച്ച് കളയുക. അത് ഭാരതീയർ വളരെ പാരമ്പര്യമായി ചെയ്തത്. നമുക്ക് അഗ്നിശുദ്ധിയിൽ ഭയങ്കര വിശ്വാസമാണ്. തീ എല്ലാത്തിനെയും ശുദ്ധീകരിക്കും. ശരിയാണ്, തീ എല്ലാത്തിനെയും ശുദ്ധീകരിക്കാൻ. പഴയ സാധനങ്ങളെ, പുതിയ സാധനങ്ങൾ അതിങ്ങനെ പറ്റില്ല. കത്തിക്കും തോറും അത് കൂടുതൽ ടോക്സിക് ആവും. നമ്മൾ എന്താണ് കത്തിക്കുന്നത്? മിക്സഡ് മുനിസിപ്പൽ വേസ്റ്റാണ്, മിശ്രിതമായിട്ടുള്ള നഗര മാലിന്യങ്ങളാണ്. അതിനകത്ത് എന്തെല്ലാമുണ്ട്? പ്ലാസ്റ്റിക്കുകളുണ്ട്. വെറുതെ പ്ലാസ്റ്റിക്കുകളെന്ന് പറഞ്ഞാൽ മതിയോ? എന്ത് തരം പ്ലാസ്റ്റിക്കാണ്? പോളിമർ സയൻസ് പഠിച്ച ഒരാളെ വിളിച്ച് നിർത്തിയിട്ട് ഇന്ന് മാർക്കറ്റിൽ നിന്ന് വരുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നം എടുത്ത് കൈ കൊടുത്തിട്ട് ഇത് എന്ത് പ്ലാസ്റ്റിക്കാണെന്ന് ചോദിച്ചു ചോദിക്കുക, പറയാൻ പറ്റില്ല. കാരണം അത് മിക്സാണ്. അതിനകത്ത് പോളികാർബണേറ്റുകളുണ്ട്, പോളി എഥിലീനുണ്ട്, അതുപോലെ തന്നെ അതിനകത്ത് പോളി സ്റ്റൈറോഫോംസ് ഉണ്ട്. പലതരം സാധനങ്ങളുടെ മിക്സാണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ഇങ്ക് PVC ആയിരിക്കും, കളർ HDP ആയിരിക്കും, അല്ലെങ്കിൽ പെറ്റ് ബോട്ടിലായിരിക്കും. അതിൻ്റെ ലേബൽ LDP ലേബലായിരിക്കും. പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് PVC ഇങ്ക് ആയിരിക്കും. ഉപയോഗിച്ചിരിക്കുന്ന ലെഡ് ആയിരിക്കും. ഇതെല്ലാം കൂടെ കത്തുമ്പോൾ എന്താ ഉണ്ടാവുക? ടോക്സിക്സ് ഇൻ, ടോക്സിക്സ് ഔട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന ഒരു സാധനം വെച്ചാൽ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുക, വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യുക. പക്ഷേ നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട് പദാർത്ഥത്തെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. നമുക്ക് അതിൻ്റെ ഒരു ഫോമിൽ നിന്ന് മറ്റു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? കത്തിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ താഴെയുള്ള ഒരു പ്രശ്നത്തിനെ നമ്മൾ ഇവിടെ നിന്ന് ഒരു 20 മീറ്റർ മുകളിലേക്ക് പൊക്കത്തിലെത്തിച്ചു. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ സോഷ്യലിസം നടപ്പിലാക്കുന്ന ഒരേ ഒരു മേഖല. നമുക്കുള്ള വേസ്റ്റിനെ നമ്മൾ കത്തിച്ച് പുകയാക്കി ഭൂലോകത്തെ എല്ലായിടത്തും എത്തിക്കും. ഈ കത്തിക്കുമ്പോൾ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് 60% ഓഫ് വേൾഡ്സ് ഡയോക്സിൻ എന്നല്ല പറയുക, ഡയോക്സിൻസും ഫ്യൂറാൻസും ഉണ്ടാകുന്നത് മുനിസിപ്പൽ വേസ്റ്റ് ഇൻസിനറേഷൻ സമയത്താണ്. മിക്സഡ് വേസ്റ്റ് കത്തിക്കുമ്പോഴാണ് ഡയോക്സിനുകളും ഫ്യൂറാനുകളും ഉണ്ടാകുന്നത്. മനുഷ്യൻ്റെ ഭൂമിയിലെ ജീവൻ നിലനിൽപ്പിനെ അപകടത്തിലാക്കാൻ കഴിയുന്ന മനുഷ്യനെന്ന് അറിയുന്ന ഏറ്റവും മാരകമായ രാസവിഷമാണ് ഡയോക്സിനുകൾ. 60% ഉണ്ടാകുന്നത് മുനിസിപ്പൽ മാലിന്യങ്ങൾ കത്തിക്കുമ്പോഴാണ്. ചേർത്ത് വായിക്കുക, തിരുവനന്തപുരത്ത് മൊബൈൽ ഇൻസിനറേറ്റർ നമ്മൾ 2.25 കോടി രൂപയ്ക്ക് വാങ്ങിച്ചു. 3 ആഴ്ച നമ്മൾ ഓടിച്ചു, ഫെയിൽ ചെയ്തു. എങ്ങനെ ഫെയിൽ ചെയ്തു? പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനും ശുചിത്വ മിഷൻ്റെ ഉദ്യോഗസ്ഥനും മറ്റ് എഞ്ചിനീയർമാരും അവരുടെ മേൽനോട്ടത്തിൽ ഇത് ഓടിച്ചിട്ട് ഫെയിൽ ചെയ്ത സാധനം ഇപ്പോൾ മലപ്പുറത്ത് ഒരു പഞ്ചായത്തുകാർ ഓടിച്ച് ശരിയാക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണ്. എക്സ്പേർട്സ് ഓടിച്ചിട്ട് വിജയിക്കാത്ത സാധനം പഞ്ചായത്തിൽ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ കത്തിക്കുമ്പോൾ ഉള്ള വിഷം കുറച്ചുകൂടി സാന്ദ്രീകൃതമാവുകയും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുകയും ചെയ്യും. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. ഇത് തിരിച്ച് പുകയിലൂടെ അത് മണ്ണിലേക്ക് തന്നെ വരും, അത് വെള്ളത്തിലേക്ക് തന്നെ വരും. ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് കത്തിക്കുമ്പോൾ ഏറ്റവും പെട്ടെന്നുണ്ടാകുന്നൊരു സാധനം മെർക്കുറിയാണ്, ഓർഗാനിക് മെർക്കുറി പെട്ടെന്ന് അത് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും, പ്രത്യേകിച്ച് മുലയൂട്ടുന്ന അമ്മമാരെയും ഗർഭിണികളായ സ്ത്രീകളെയും വളരെ പെട്ടെന്ന് ബാധിക്കുന്നൊരു സാധനമാണ്. ഒരു 150 തരം കെമിക്കൽസുകളെങ്കിലും, വ്യത്യസ്ത തരം കെമിക്കലുകളെങ്കിലും മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ മാലിന്യങ്ങൾ കത്തിച്ച് പണ്ട് വെറുതെ ഇല കൂട്ടിയിട്ട് കത്തിക്കുന്നത് പോലെ അല്ല ഇന്ന് നമ്മൾ കത്തിക്കുമ്പോൾ അതിനകത്ത് എന്തെല്ലാം സാധനങ്ങളുണ്ട്? സർഫിൻ്റെ ഒരു കവർ ഉണ്ടാവും, അപ്പോൾ അതിനകത്ത് ഡിറ്റർജൻറ്റ് ഉണ്ടാവും, സോപ്പ് ഉണ്ടാകും, എണ്ണ ഉണ്ടാകും, ലോഷനുകൾ ഉണ്ടാകും, മരുന്നുകൾ ഉണ്ടാകും, അലുമിനിയം ഉണ്ടാകും. മെറ്റലും പ്ലാസ്റ്റിക്കും കൂടെ ഒരുമിച്ചിട്ട് കത്തിച്ചാൽ തന്നെ അപകടമാണ്. അപ്പോൾ പിന്നെ കോപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോപ്പർ കത്തിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയണ്ട, എക്സ്റേ ഫിലിം അതിനെ കുറിച്ച് പറയണ്ട. അപ്പോൾ ഇത്രയും മാരകമായ ഒരു മലിനീകരണ പ്രക്രിയയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടല്ല, നമുക്ക് അറിവ് കൂടിപ്പോയത് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ബീഹാറിലോ ഉള്ള ഒരു ഗ്രാമത്തിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ആക്സസ് ഉള്ള, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ ജനങ്ങൾ അതിപ്പോഴും ഡോക്ടേഴ്സ് ഉൾപ്പെടെ വീട്ടിൽ ഇത് കത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി വേണ്ടിയിട്ട് മാലിന്യങ്ങൾ വാരിയിട്ട് കത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഒരു കാര്യമേ മനസ്സിലാക്കാനുള്ളൂ. വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മിത്താണ്. നമുക്ക് വേസ്റ്റിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല.
അതിനൊരു സംവിധാനവും ലോകത്തിൽ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. ഇൻറ്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഏറ്റവും തമാശ സാധനമാണ് സസ്റ്റൈനബിൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? സുസ്ഥിരമായി വേസ്റ്റ് മാനേജ് ചെയ്യും. അപ്പോൾ എന്താണ് അർത്ഥം? നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് നമുക്ക് വേസ്റ്റ് വേണം, എങ്കിലല്ലേ നമുക്ക് സുസ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് തന്നെ ഒരു മിത്താണ്. ഇനി അതിനു വേണ്ടി നമ്മൾ സമയവും കളഞ്ഞിട്ടും പണം കളഞ്ഞിട്ടും ആരോഗ്യം കളഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം റിസോഴ്സ് മാനേജ്മെൻറ്റാണ്. അതുകൊണ്ടാണ് 30 കൊല്ലം മുമ്പേ മാലിന്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള തല നരച്ച എല്ലാവർക്കും അറിയാം. അന്ന് മാലിന്യം ഉണ്ടായിരുന്നില്ല. അന്ന് ഉണ്ടായിരുന്നത് എനിക്ക് വേണ്ടാത്തത് ആർക്കോ വേണ്ടത് എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഒരു കഷ്ണം കടലാസ് കിട്ടിക്കഴിഞ്ഞാൽ പൊതിഞ്ഞു വരുന്ന കടലാസ് ചുളിവ് നിവർത്തി മടക്കി ഒരിടത്ത് വയ്ക്കുമായിരുന്നു. അത് പൊതിഞ്ഞു വരുന്ന ഇത്ര നീളമുള്ള ചാണൂല് നമ്മൾ ചുരുട്ടി ഒരു പന്തായിട്ട് സൂക്ഷിച്ച് വയ്ക്കുമായിരുന്നു. ഒരു ആണി വഴിയിൽ നീട്ടിക്കഴിഞ്ഞാൽ നമ്മളെടുത്ത് ജനലെടുത്ത് വയ്ക്കുമായിരുന്നു. ഓരോന്നിനും വെക്കാൻ ഒരു സ്ഥലമുണ്ടായിരുന്നു. മിക്കവാറും വീടുകളിൽ ഒരു കാടിക്കലം ഉണ്ടായിരുന്നു. നമ്മൾ അരികഴിയ വെള്ളവും കുക്കി തിരുമിച്ച വന്ന വെള്ളം അവിടെ അടുത്ത് ഒഴിച്ചു വയ്ക്കുമായിരുന്നു. അത് ഏറ്റവും അടുത്തുള്ള പശു വളർത്തുന്ന ഒരാൾ വന്ന് കൃത്യമായി എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ നമ്മളിപ്പം ഒരു മാർക്കറ്റ് ഇക്കോണമിയിലേക്ക് മാറിയപ്പോൾ നമുക്ക് എല്ലാത്തിനും ബെനിഫിറ്റ് വേണം. എന്താ ബെനിഫിറ്റ്? ജോലിക്ക് എന്താ അതിൻ്റെ ബെനിഫിറ്റ്? ജോലിക്ക് പോകുമ്പോൾ ഇതാണ് നമ്മളെല്ലാവരും ചോദിക്കുന്നത്. വല്ല മെച്ചമുണ്ടോ, സാമ്പത്തിക മെച്ചമുണ്ടെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എൻ്റെ കാടി വെള്ളം, എൻ്റെ കഞ്ഞി വെള്ളം, എൻ്റെ പഴത്തിൽ എനിക്ക് വേണ്ടാതാണ്, എനിക്ക് പഴത്തിൽ തിന്നാൻ പറ്റില്ല, എങ്കിലും അതിപ്പോൾ ഇയാൾ കൊണ്ടുപോയി പശുവിന് കൊടുത്ത് പാലുണ്ടാക്കി അയാൾ അതിങ്ങനെ 10 ദിവസം ഉണ്ടാക്കണ്ട. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? കക്കൂസിലൊഴിച്ച് ഫ്ലഷ് ചെയ്യും. റിസൾട്ട് എന്താണ്? 3 വർഷത്തേക്ക് തുറക്കേണ്ട സെപ്റ്റിക് ടാങ്ക് 6 മാസത്തിലൊരിക്കൽ കോരേണ്ടി വരും. അപ്പുറത്ത് പശു വളർന്ന ആൾ എന്ത് ചെയ്യും? ഇതൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് യൂറിയ ചേർത്തിട്ടുള്ള കാലിത്തീറ്റയും മറ്റ് സാധനങ്ങളും വാങ്ങിച്ച് പശുവിന് കൊടുത്ത് അതിൽ നിന്നുള്ള പാലിന് പകരം വിഷം പുറത്തെടുത്ത് അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് തരും. കൊടുത്താൽ കൊല്ലത്ത് കിട്ടും. അപ്പോൾ നമ്മളാണ് ഒരു സിസ്റ്റത്തിനെ കറപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതികളിൽ അപ്പം മുമ്പ് ഇതൊന്നുമില്ല, അപ്പോൾ ഇതിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു ആവശ്യം വരുമ്പോൾ ഇതിൽ നിന്ന് എടുക്കും. അപ്പോൾ കൺസംഷൻ അതുപോലെ കുറഞ്ഞു. നമ്മളിപ്പോൾ എപ്പോഴും വിർജിൻ മെറ്റീരിയൽസിനോടാണ് ഇപ്പോൾ അതിനുള്ള ഡിമാൻഡ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നമുക്ക് എന്ത് വിർജിൻ മെറ്റീരിയൽ വേണം, എല്ലാം പുതിയത് വേണം. ഒരു പഴയൊരു സാധനം റിപ്പയർ ചെയ്ത് പറയുന്ന നമ്മുടെ നിഘണ്ടുവിലില്ല. റിപ്പയർ എന്ന് പറയുന്നൊരു വാക്ക് നിഘണ്ടുവിലില്ല. റീയൂസ് എന്ന് പറയുന്നൊരു, എനിക്കറിയാം നമ്മുടെ ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ തലമുറയിലുള്ള ആളുകൾ ഉൾപ്പെടെ ഞങ്ങൾ സ്കൂൾ കാലത്തിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് മാറുന്ന സമയത്ത് മാത്രമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സിൻ്റെ നിന്നാണ് വാങ്ങിക്കുന്നത്. എല്ലാ വർഷവും പോയി നമ്മുടെ പുസ്തകം വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കും, നമ്മുടെ ജൂനിയറിന് കൊടുക്കും, സീനിയറിൻ്റെ നമ്മൾ വാങ്ങിക്കും. ഇതിങ്ങനെ തട്ടിലിട്ട് എപ്പോഴെങ്കിലും ഒരു പുസ്തകം മാറും, ആ പുസ്തകം മാത്രം നമ്മൾ പോയി പുതിയത് വാങ്ങിക്കും. അതില്ല ഇന്ന്, അതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റിസോഴ്സ് യൂസിലുണ്ടായിട്ടുള്ള മാറ്റം പ്രൈവറ്റൈസേഷൻ എന്ന് ഞാൻ പറയും. പ്രൈവറ്റൈസേഷൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പിടിച്ച് സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുന്നത് മാത്രമല്ല പ്രൈവറ്റൈസേഷൻ. എൻ്റെ കുഞ്ഞിന് വെള്ളം ഒരു പ്ലാസ്റ്റിക് കുപ്പിക്കകത്താക്കി സ്കൂളിലേക്ക് വിടുന്നു തുടങ്ങുന്നു പ്രൈവറ്റൈസേഷൻ. സ്കൂളിൽ കുടിവെള്ളത്തിനൊരു സംവിധാനമുണ്ട്. എൻ്റെ കുഞ്ഞ് അതിൽ നിന്ന് കുടിക്കേണ്ട, എൻ്റെ കുഞ്ഞ് പ്രൈവറ്റായിട്ട് ഇതിൽ നിന്ന് കുടിച്ചാൽ മതി. അതുകൊണ്ട് സ്കൂളിലെ വെള്ളം എങ്ങനെയാണ് പോട്ട്, പബ്ലിക് ടാപ്പിലെ വെള്ളം എങ്ങനെയാണ് പോട്ട്, അത് വർക്ക് ചെയ്താൽ എന്ത്, വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത്, അതൊരു പ്രൈവറ്റൈസേഷനാണ്. ആ ആറ്റിറ്റ്യൂഡ് പോകുന്നുണ്ടെന്ന് പറ്റി കൂടുതൽ പെറ്റ് ബോട്ടിൽസ് വേണ്ടി വന്നു. സ്കൂളിലെ വെള്ളം നമുക്ക് വിശ്വസിക്കാൻ പറ്റാതെ വന്നു. ഒരു പാരൻ്റ് നിലയിൽ സ്കൂളിൽ പോയിട്ട് അവിടുത്തെ വെള്ളം മെച്ചപ്പെടുത്തി എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിൽ മാറ്റാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഉള്ള എഫേർട്ട് എടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് 15 രൂപ കൊടുത്തിട്ട് ഒരു കുപ്പിയിൽ വെള്ളം വാങ്ങിക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് ഈ വിദ്യാഭ്യാസമുള്ള ആളുകൾ ചെയ്യുന്നതാണ് വെള്ളം തിളപ്പിച്ച വെള്ളമേ കുടിക്കാവൂ. തിളപ്പിച്ചിട്ട് ചൂടുള്ള വെള്ളം പ്ലാസ്റ്റിക് ബോട്ടിൽ, പെറ്റ് ബോട്ടിൽ നമ്മൾ ഒഴിച്ച് കൊടുത്തു വിടും. അതിനേക്കാളും നല്ലത് കുട്ടിക്ക് നല്ല വിഷം വാങ്ങിച്ച് കഴിക്കാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പഴയ ഒരു കാലഘട്ടത്തിലുള്ള റിസോഴ്സസിനോടുള്ള മെറ്റീരിയൽസിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, എനിക്ക് വേണ്ടാത്തത് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നും അത് അങ്ങനെ സൊസൈറ്റിയിൽ സർക്കുലേറ്റ് ചെയ്യേണ്ടതാണ്, ഇതിനെല്ലാത്തിനും ഒരു വിലയുണ്ട് എന്നുള്ളതും ആയിരുന്നു അന്നത്തെ ഒരു ചിന്ത. മാത്രമല്ല ബന്ധങ്ങൾക്ക് വിലയുണ്ടായിരുന്നു. ഇന്ന് കേരളത്തിൽ വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. അതിനും ഡിസ്പോസിബിൾ പ്രോഡക്ട്സിൻ്റെ വരവും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞാൻ ആരോപിക്കും. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നം നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കും. സംശയമുണ്ടെങ്കിൽ ഒരു വടിയെടുത്ത് കയ്യിൽ പിടിച്ച് നോക്കുക. ഒരു 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് പവർ ഫീൽ ചെയ്യും. അപ്പോൾ വെറുതെ ആണെങ്കിൽ നിങ്ങൾ ഒരാളിനെങ്ങനെ അടിക്കാൻ, ഒരു തോക്കായിക്കോട്ടെ, ഒരു കളിത്തോക്കായിക്കോട്ടെ, നമ്മൾ ആദ്യം എന്താ ചെയ്യുക? എടുത്തൊരാളുടെ തലയ്ക്ക് നേരെയായിരിക്കും നമ്മൾ ചൂണ്ടുക. ഡിസ്പോസിബിൾ പ്രോഡക്ട്സ് കൊണ്ടുവന്ന ഒരു ആശയം അത് തന്നെയാണ്. ഉപയോഗിക്കുക, വലിച്ചെറിയുക, ഒന്നും മുമ്പോട്ട് കൊണ്ടുപോകണ്ട. എവിടെ പോകുമ്പോഴും കൈയും വീശി പോവുക. സ്കൂളിൽ പഠിച്ചു, കൂട്ടുകാരുണ്ടായി,
ആ കൂട്ടുകാരുടെ ആവശ്യം സ്കൂളിൽ തീർന്നു, കോളേജിലേക്ക് മാറി, ഇനി ആ കൂട്ടുകാരെ വേണ്ട, ഉപയോഗമുള്ള കൂട്ടുകാരെ മാത്രം മതി. ഉപയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് നാളെ എന്തെങ്കിലും തരത്തിൽ ഒരു സഹായം കിട്ടാനുള്ള കൂട്ടുകാരെ മാത്രം മതി. ബന്ധങ്ങൾ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത് സാധനം ഉപയോഗിക്കുക, വലിച്ചെറിയുക, അത് ബന്ധങ്ങളിലും അത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. ഈ ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ ആഹാരം മിച്ചം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഷർട്ട് വാങ്ങിയിട്ട് എനിക്കത് ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോഴോ വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റും, വേറെ ആളെന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാൻ എനിക്ക് തോന്നും. ഞാനങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇത് നമ്മുടെ വൃത്തിയെക്കുറിച്ച് നമുക്ക് ധാരണയേക്കാൾ കൂടുതൽ തെറ്റിദ്ധാരണയുണ്ട്. നമുക്ക് ഈ വൃത്തിയെക്കുറിച്ചും അല്ലെങ്കിൽ ഹൈജീനെക്കുറിച്ച് നമുക്ക് ആരാ പറഞ്ഞ് പഠിപ്പിച്ചെന്നിരിക്കുന്നത്? ഡോക്ടറല്ല, അധ്യാപകൻ. അവർ രണ്ടുപേരും നമുക്ക് വിശ്വാസമില്ല. ഇത് പറഞ്ഞു തരാൻ കെൽപ്പുള്ള ആളുകൾ നമ്മുടെ അധ്യാപകർ, ശാസ്ത്ര അധ്യാപകരും അല്ലെങ്കിൽ നമ്മുടെ അധ്യാപക സമൂഹവും ഡോക്ടർമാരുമാണ്. നമ്മൾ ആരെന്നാണ് പഠിക്കുന്നത്? ടെലിവിഷൻ ആഡിൽ വരുന്ന മോഡലിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളൊക്കെ വിശ്വസിക്കും അല്ലേ? വഴിയെ പോകുന്ന ഒരാളെ വിളിച്ച് നിർത്തിയിട്ട് ഒരു മെഷീൻ കൊണ്ട് ഇങ്ങനെ പല്ലിലടിച്ച് നോക്കുമ്പോഴേക്ക് കീടാണു കാണുന്നു, നമ്മളത് വിശ്വസിക്കുകയാണ്. അവിടെ നമ്മൾ അടുത്ത ടൂത്ത് പേസ്റ്റിലേക്ക് നമ്മൾ മാറുകയാണ്. ജെയിംസ് ബോണ്ടിൻ്റെ അടുത്ത് പോലും അങ്ങനെ ഒരു ഉപകരണം, നഗ്ന നേത്രങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ രോഗാണുക്കളെ കാണിച്ചിരുന്നൊരു ഉപകരണം ഇല്ല എന്നുള്ളത് നമ്മളപ്പോൾ ആലോചിക്കുന്നില്ല. നമ്മളിത് കണ്ട് നമ്മളങ്ങ് കൺവിൻസ്ഡ് ആവുകയാണ്. എന്നിട്ട് അവർ പറയുന്നത് വിശ്വസിച്ചിട്ട് നമ്മൾ അതുപോലെ നീങ്ങുകയാണ്. അതേസമയം നമ്മുടെ ഡോക്ടർമാർ പറയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകർ പറയുന്നതോ നമ്മൾ പഠിച്ച ശാസ്ത്രം പറയുന്നതോ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് നേരമില്ല. പകരം നമ്മൾ സാങ്കേതിക വിദ്യയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയും പുതിയ രീതികളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ വിദേശത്ത് നിന്ന് അല്ലെങ്കിൽ പടിഞ്ഞാറ് നിന്ന് നമ്മൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. ശരിയാണ്, നമ്മളും ജീവിത രീതി നമ്മൾ മെച്ചപ്പെടുത്തണം, സാഹചര്യങ്ങൾ മെച്ചപ്പെടണം, ജീവിത നിലവാരം ഉയരണം. ആ ജീവിത നിലവാരം അപ്പോൾ നമുക്ക് ജീവിത നിലവാരം ഉയർത്തണം, അതുപോലുള്ള ഉൽപ്പന്നങ്ങൾ വേണം. പക്ഷേ അവിടെയുള്ള സംവിധാനങ്ങൾ നമുക്ക് വേണ്ട. അതെന്താ അങ്ങനെ? അവിടെ ഉള്ളതുപോലുള്ള കാറ് നമുക്കിവിടെ ഉപയോഗിക്കണം, പക്ഷേ സീറ്റ് ബെൽറ്റ് ഇടാൻ പറയരുത് പ്ലീസ്. അവിടെ ഉള്ളതുപോലെ കൊക്കക്കോള പെറ്റ് ബോട്ടിൽ നമുക്കിവിടെ വാങ്ങിച്ച് കുടിക്കണം, പക്ഷേ ആ ബോട്ടിൽ തിരിച്ച് ഒരു റീസൈക്ലിംഗ് പോയിന്റിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളോട് പറയരുത്. അതേ ചൂയിങ്കം നമുക്ക് വേണം, പക്ഷേ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ചൂയിങ്കം എന്ത് ചെയ്യും? ആ അടുത്തിരിക്കുന്ന ബൈക്കിൻ്റെ ഹാൻഡിൽ നമ്മൾ ഒട്ടിക്കും, അല്ലെങ്കിൽ ബസ്സിൽ ആളുകൾ പിടിക്കുന്നിടത്ത് നമ്മൾ ഒട്ടിച്ചിരിക്കും അല്ലേ? അവിടെയുള്ള അല്ലെങ്കിൽ അവിടെ കൊക്കക്കോള വിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് ബോട്ടിൽ തിരിച്ചെടുക്കണമെന്ന് അവിടെ നിയമമുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന ട്യൂബ് ലൈറ്റ് തിരിച്ചെടുക്കണമെന്ന് നിയമമുണ്ട്. എന്തിന്? 2 വീലറിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എഞ്ചിൻ ഓയിൽ അല്ലെങ്കിൽ വണ്ടിയിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ ഓയിൽ തിരിച്ച് എടുത്ത് റീസൈക്കിൾ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ നമ്മളതൊന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങളിവിടെ വികസനത്തിന് വഴിമുടക്കാൻ നിൽക്കണം. വികസനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡബിൾ സ്റ്റാൻഡേർഡാണ്. കൊക്കക്കോള ആണെങ്കിലും പെപ്സി ആണെങ്കിലും ഫിലിപ്സ് ആണെങ്കിലും നമ്മളെ നാട്ടിൽ കാണിക്കുന്ന ഡബിൾ സ്റ്റാൻഡേർഡാണ്. ഇതേ വില കൊടുത്ത് അവർ അവിടെ കൊടുക്കുന്ന അതേ വിലയാണ് നമ്മളും കൊടുക്കുന്നത്. അതേ സാധനമാണ് നമ്മൾ വാങ്ങുന്നത്, നമ്മൾ വിശ്വസിക്കുന്നു. അതിന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഇത് തിരിച്ചെടുക്കാൻ പറയുമ്പോൾ മാത്രം അതൊന്നും ഇവിടെ നടപ്പില്ല. എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് ഇവിടെ ആരും മിണ്ടരുത് എന്നുള്ളതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അപ്പം അവിടെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുമ്പം ആ സാധനങ്ങൾ നിൽക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്, ഒരു ലീഗൽ ഫ്രെയിംവർക്കുണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഉണ്ട്. അതുകൂടി കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അതില്ലാതെ പ്രൊഡക്റ്റ് മാത്രമായിട്ട് വരുമ്പോഴാണ് നമുക്കിതിവിടെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. ഏതൊരു ഉൽപ്പന്നം എടുത്ത് നോക്കിയാലും നമ്മളെങ്ങനെയാണ് നമ്മുടെ ഓഫീസിലെ പ്രിൻ്ററിൻ്റെ ടോണർ മാറ്റുന്നത് അല്ലേ? ആ പൊടി നമ്മൾ എന്താ ചെയ്യുന്നത്? എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? നിങ്ങൾ അമേരിക്കയിലാണെങ്കിൽ ഇതങ്ങനെ ചെയ്യാൻ പറ്റുമോ? യൂറോപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ? യൂറോപ്പിലാണെങ്കിലോ അമേരിക്കയിലാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൻ്റെ പുറകിൽ മാലിന്യങ്ങൾ ഇങ്ങനെ കത്തിക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് നമ്മൾ അവിടെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും വേണം, പക്ഷേ അവിടെയുള്ള സംവിധാനങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ ഒരു മിസ്മാച്ച് ഉണ്ട്. ഈ മിസ്മാച്ചാണ് നമ്മുടെ ഈ പ്രശ്നത്തിന് ഇത്രയും മാഗ്നിഫൈ ചെയ്യുന്നത്. അവിടെ നിന്ന് ജീവിത നിലവാരത്തിനനുസരിച്ച് സാധനങ്ങൾ കൊണ്ടുവരുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ ഇപ്പം സിംഗപ്പൂർ എന്താ ചെയ്തത്? സിംഗപ്പൂരിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് സിംഗപ്പൂർ ഈസ് എ ഫൈൻ സിറ്റി. എന്തുകൊണ്ടാണ്? അവിടെ എന്തിനും ഫൈനാണ്. തുപ്പിയ ഫൈനാണ്, തോന്നിയ പോലെ വണ്ടി പാർക്ക് ചെയ്ത ഫൈനാണ്, എല്ലാത്തിനും ഫൈനാണ്. അവർ ചെയ്യുന്ന പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി ഏഷ്യൻസിൻ്റെ സ്വഭാവം എങ്ങനെയാണ്. ചൂയിങ്കം മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാ. പറഞ്ഞു നോക്കി, ഫൈനടിച്ച് നോക്കി, രക്ഷയില്ല. ചൂയിങ്കം അങ്ങ് ബാൻ ചെയ്തു. ഡൂറിയൻ ഫ്രൂട്ട്, അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ഡൂറിയൻ. നമ്മുടെ ചക്ക പോലുള്ള ഒരു സാധനം, ഭയങ്കര മണമാണ് പഴുത്തു കഴിഞ്ഞാൽ. അത് ട്രെയിനിൽ കൊണ്ട് കയറാൻ പറ്റില്ല, അത് നിരോധിച്ചിട്ടുണ്ട്. ട്രെയിനിൽ കൊണ്ട് കയറാം, കാരണം കംപ്ലീറ്റ് AC ആണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിസ്റ്റം നോക്കിയിട്ടാണ് ഓരോ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ AC ആയിട്ട് കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു റൂമിനകത്തേക്ക് ഡൂറിയൻ കയറ്റി കഴിഞ്ഞാൽ 3 ദിവസം അതിൻ്റെ മണം ഉണ്ടാവും. ചില ആൾക്കാരത് അധികമായി കഴിഞ്ഞാൽ വൊമിറ്റ് ചെയ്യും.
അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളും ചട്ടക്കൂടുകളും കൊണ്ടുവരാനായിട്ട് നമുക്ക് മടിയുണ്ട്. നമുക്ക് പ്ലാസ്റ്റിക് പ്രശ്നമാണ്, നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം പറയും. പക്ഷേ പ്ലാസ്റ്റിക് നിരോധിക്കുന്ന കാര്യം പറയുമ്പം അത് നിരോധിക്കാം. എന്നിട്ട് എന്താ നിരോധിക്കുന്നത്? ക്യാരി ബാഗ്. ഏത് ക്യാരി ബാഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 മൈക്രോണിൽ താഴെയുള്ളതൊക്കെ അങ്ങ് നിരോധിച്ചു, അല്ലെങ്കിൽ 40 മൈക്രോണിൽ താഴെയുള്ളതൊക്കെ നിരോധിച്ചു തരും. അപ്പോൾ ആളുകളുടെ വിചാരം വെച്ചാൽ ഈ 40 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക്കുകളിൽ ഈ പോഷക മൂല്യങ്ങളൊന്നുമില്ല, അതിൽ മുകളിലേക്കുള്ളതിലൊക്കെ വൈറ്റമിൻസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അത് ഉപയോഗിച്ചോളൂ. അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, തമാശ പറഞ്ഞതല്ല. ഈ 40ഉം 39 തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഈ മൈക്രോൺ തിക്നെസ് പറയുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് നിരോധിക്കാൻ എത്ര പാടെന്താണുള്ളത്? ഇത്തവണ ബംഗ്ലാദേശിൽ പോകുമ്പോൾ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. അയാളുടെ ജീവിതം തന്നെ അപകടത്തിലാക്കിയിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ബംഗ്ലാദേശിലെ പ്ലാസ്റ്റിക് ക്യാരി ബാഗിന് നിരോധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇവിടത്തെ പോലെ 40 മൈക്രോൺ 50 മൈക്രോണൊന്നുമല്ല. വളരെ സിമ്പിൾ. നിങ്ങൾ എത്ര വലിയ ഷോപ്പിംഗ് മാളിൽ പോയാലും ക്യാരി ബാഗ് കിട്ടില്ല, പകരം തുണിസഞ്ചിയിൽ സാധനം കിട്ടും. വളരെ നേരത്തെ തുണിസഞ്ചിയിൽ സാധനം കിട്ടും. തുണിസഞ്ചി ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, എൻ്റെ ഓഫീസിലിരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെക്കാളും ഏറ്റവും പുറകെ കിടക്കുന്ന ഒരു ഇക്കോണമിക്കകത്ത് ഇത് സാധ്യമാണ്. അവിടെയും പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി ഇയാളെ കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി, ഇയാളെ ഗവൺമെൻറ്റിനെ സ്വാധീനിച്ചിട്ട് ഇയാളെ നാട് കടത്തി. ഒരു വർഷം അങ്ങേർക്ക് സ്വന്തം രാജ്യത്തേക്ക് കടക്കാൻ പറ്റിയില്ല. ആ ഒരു വർഷം അയാളുടെ സംഘടനയിലെ ആളുകൾക്കും ആ സംഘടനയിലെ അയാളുടെ സ്ഥാപനത്തിലെ ജീവനക്കാർക്കും അയാളുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും അവരുടെ ഓഫീസിൽ നിന്ന് പുറത്തു പോകാൻ പറ്റിയിട്ടില്ല ഒരു വർഷം. എന്നിട്ട് അയാൾ ഫൈറ്റ് ചെയ്തു. ഷെഹരിയാർ ഹുസൈൻ എന്ന് പറയും. അപ്പോൾ ഇത് അങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഈ റീഇൻവെൻറ്റിങ് വീലിന് എന്തിനാണ് പോകുന്നത്? ഇങ്ങനെയൊക്കെ നടത്താൻ പറ്റി നമുക്കിതങ്ങ് നടത്തിക്കൂടെ? അപ്പോൾ അതിന് ഇല്ലാത്തൊരു സാധനം ടെക്നോളജി അല്ല, പൊളിറ്റിക്കൽ വില്ലെന്ന് പറയും. ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം, ഒരു രാഷ്ട്രീയ നേതൃത്വം വേണം. ഇത് രണ്ടും നമുക്കില്ല. അപ്പോൾ ഇതില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത്. ഇനി ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ എപ്പോഴും ഏറ്റവും മികച്ച സാധനങ്ങൾ നമ്മൾ നോക്കുന്നത് വിദേശത്തേക്കാണല്ലോ, സ്വാഭാവികമായിട്ട് അമേരിക്കയിലേക്കാണ്. അമേരിക്കയിൽ ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ കാര്യങ്ങൾ നടക്കുന്നത് കാലിഫോർണിയയിൽ സാൻ ഫ്രാൻസിസ്കോയിലാണ്. അവിടെ അവർ ചെയ്തിരിക്കുന്നത് നമ്മളെ കണ്ടിട്ടാണ്. ഡീസെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെൻറ്റാണ് അവിടെ തുടങ്ങിയിരിക്കുന്നത്. അവിടെ വേസ്റ്റ് മാനേജ്മെൻ്റ് അല്ല ഉള്ളത്, റിസോഴ്സ് റിക്കവറി സെൻറ്ററുകളാണുള്ളത്, മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റികളാണുള്ളത്. അവിടെയുള്ള ഏറ്റവും വലിയൊരു ഷോപ്പുണ്ട്, അതിൻ്റെ പേര് അർബൻ ഓർ എന്നാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും, അർബൻ ഓർ. ഭക്ഷണവും, അത് സോളിഡായിട്ടുള്ള ഭക്ഷണവും പാനീയവും ഒഴിച്ച് ബാക്കി എന്തും അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ കിട്ടുന്നതെല്ലാം സെക്കൻഡ് ഹാൻഡ് ആയിരിക്കും. അവിടെ കയറി ചെന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ഷേ എല്ലാം ഈ പഴയത് കളയുന്ന സാധനങ്ങളിൽ നിന്ന് ശേഖരിച്ച് കൊണ്ടുവന്നിട്ട് വിൽക്കാൻ വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അത് ലീഗൽ ഒരു സ്ട്രക്ചറാണ്. അതേപോലെ തന്നെ അവർക്ക് വേറെ ചില ഷോപ്പുകളുണ്ട്. അവിടെ ഗാർമെൻറ്റ്സ് വരെ, ഉപയോഗിച്ച വസ്ത്രങ്ങൾ, അണ്ടർ ഗാർമെൻറ്റ്സ് അടക്കം എടുത്ത് സാനിറ്റൈസ് ചെയ്ത് റിപ്പയർ ചെയ്യാനുള്ളതിനെ റിപ്പയർ ചെയ്തിട്ട് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാനായിട്ട് അവർ ത്രിഫ്റ്റ് സ്റ്റോഴ്സ് എന്നാണ് വിളിക്കുന്നത്. അവിടെ ആളുകൾ പോകുന്നുണ്ട്, വാങ്ങിക്കുന്നുണ്ട്. അതൊക്കെ ലീഗലാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു സ്പെയർ പാർട്ട് വിൽക്കുന്നവൻ ആരെയൊക്കെ പേടിക്കണം? ആരും കാണാതെ മൂലയിൽ അല്ലെ ചാലയിൽ ആർക്കും എത്താൻ പറ്റാത്തൊരു സ്ഥലത്താണ് സ്പെയർ പാർട്ട് പഴയത് വിൽക്കുന്നത്. ആക്രി കച്ചവടക്കാരൻ. എവിടെയെങ്കിലും എന്തെങ്കിലും മോഷണം പോയി കഴിഞ്ഞാൽ ആദ്യം പോലീസ് വന്ന് പൊക്കുന്നത് ആക്രി കച്ചവടക്കാർ, അല്ലെങ്കിൽ അത് പെറുക്കാൻ നടക്കുന്ന ആളുകളെയാണ്. നമ്മുടെ രാജ്യത്ത് ഏതൊരു പരിസ്ഥിതി സംഘടന ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ, ഏതൊരു പരിസ്ഥിതി പ്രവർത്തകൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പരിസ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്നതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിൽ നമ്മൾ കാണുന്ന ഒരു കാലിച്ചാക്കുമായിട്ട് നടക്കുന്ന ഈ ആക്രി പെറുക്കുന്ന ആളുകളാണ്. അവർ സേവ് ചെയ്യുന്ന എനർജി, എന്തുമാത്രം പേപ്പറാണ് അവർ റീസൈക്ലിംഗ് ചെയ്തത്, അപ്പോൾ എന്തുമാത്രം കാട് അവർ സംരക്ഷിച്ചിട്ടുണ്ട്, അതിൻ്റെ കണക്കാരെങ്കിലും എടുത്തു നോക്കിയിട്ടുണ്ടോ? 4 കൊല്ലം പിറകെ നടന്ന് പറഞ്ഞിട്ടാണ് കോർപ്പറേഷൻ ഒരു തവണയെങ്കിലും ഇവരെ വിളിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചു. അപ്പോഴും എന്ത് ചെയ്തു? ഈ ആക്രി പെറുക്കുന്നവരെ വിളിച്ചില്ല, വലിയ കച്ചവടക്കാരെ വിളിച്ചു. ഇതിൻ്റെ പിറകിലുള്ള ലോകത്തിൽ ഞാൻ അന്വേഷിച്ച് പോയിട്ടുണ്ട്. എന്തുമാത്രം ആ വോളിയം ഓഫ് വർക്ക് കണ്ട് നമ്മൾ പേടിച്ചു. എന്തുമാത്രം മെറ്റലാണ് അവർ സേവ് ചെയ്യുന്നത്. അതിനെ ഒരു മെയിൻ സ്ട്രീം ചെയ്ത് അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ തന്നെ നമ്മുടെ പ്രശ്നത്തിൻ്റെ പകുതിയിലധികം തീരും. അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള, അവരുടെ വണ്ടിക്ക് വന്നു പോകാനുള്ള, അവരുടെ ഇത്തരത്തിലുള്ള ആക്രി സാധനങ്ങളെ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ട് വേറെ സ്റ്റാഫൊന്നും വേണ്ട, അവരെ ഏൽപ്പിച്ചാൽ മതി, അവർ ചെയ്തോളൂ. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ചെറുകിട വികേന്ദ്രീകൃത സംവിധാനങ്ങളാണ്. അതിൽ നമ്മുടെ മൊത്തം വേസ്റ്റിൻ്റെ 60 മുതൽ 70-75% വരെയും ജൈവ മാലിന്യങ്ങളാണ്. ഈ ജൈവ മാലിന്യങ്ങളെ കൈകാര്യം ചെയ്യാൻ നമ്മൾ ആർക്കും കപ്പം കൊടുക്കണ്ട.
ആർക്കും കാശ് കൊടുക്കണ്ട, അത് തനിയെ നടന്നോളും. ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. പ്രകൃതിയിൽ അത് ഫ്രീ ആയിട്ട് നടന്നോളും. നമ്മുടെ കാലാവസ്ഥയിൽ സുന്ദരമായിട്ട് നടന്നോളും. അതിന് വേണ്ട ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാം. അതിനുള്ള റിസർച്ചും ഡെവലപ്മെൻറ്റുമാണ് ഇവിടെ നടക്കേണ്ടത്. ഇന്നലത്തെ പത്രവാർത്ത കണ്ടിട്ട് ഞാൻ ഞെട്ടി. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വെള്ളായണിയിൽ ഒരു പുതിയ സങ്കേതം, കമ്പോസ്റ്റിങ്ങുള്ള സങ്കേതം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു മൺകലത്തിൽ നിങ്ങളുടെ വീട്ടിലെ വേസ്റ്റ് മുഴുവൻ ഇട്ട് വെച്ചിട്ട് അതിൽ ഇനോക്കുലം തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കമ്പോസ്റ്റ് ആവും. മാത്രമല്ല അതിനകത്ത് ഈ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ഉണ്ടായിട്ട് അതും വേസ്റ്റിനെ തിന്നു തീർക്കും. വളരെ എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ നടക്കും. ഒരു പുതിയ കണ്ടുപിടുത്തമാണ് അല്ലേ. 10 വർഷം മുന്നേ ഡെയിലി ഡംപ് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിലുള്ള ഒരു സംഘടനയുണ്ട്, ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. നിങ്ങൾ dailydump.org വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ മതി. അവർ ഈ മൺപാത്രത്തിൽ ഈ കമ്പോസ്റ്റിനുള്ള സംവിധാനം ഉണ്ടാക്കി വിറ്റുകൊണ്ടിരിക്കുകയാണ്, ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് ഒരു കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ തണൽ ഈ തിരുവനന്തപുരത്ത് തന്നെ സാധാരണ മൺകലത്തിൽ ഇതേ സാധനം കമ്പോസ്റ്റ് ചെയ്യുന്നത്, ഇതേപോലെ ഇനോക്കുലം ഉപയോഗിച്ച് കമ്പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ആളുകൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ യൂണിറ്റുകൾ വിറ്റിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഗവേഷണത്തിൻ്റെ വേഗത മനസ്സിലായല്ലോ, എവിടെയാണ് ഗവേഷണം നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. തുമ്പൂർ മൂഴി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പോസ്റ്റിംഗ് ഇവിടെ ഒരുപാട് കൃഷിക്കാർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കമ്പോസ്റ്റിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾ ആരെടുത്തും പോകണ്ട, ഏറ്റവും അടുത്തുള്ളൊരു കൃഷിക്കാരൻ്റെ അടുത്ത് പോവുക, അവർ പറഞ്ഞു തരും. നമ്മൾ അവരെ വിളിക്കില്ല സംസാരിക്കാൻ, നമ്മൾ എക്സ്പേർട്സിനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ. ബയോഗ്യാസ് ആണെങ്കിലോ അതിനുള്ള എന്തുമാത്രം സാങ്കേതിക വിദ്യയുണ്ട്. ദീനബന്ധുവിൻ്റെ കാലത്ത് തുടങ്ങിയ ബയോഗ്യാസ് വിപ്ലവമാണ്. ഇന്നും നമ്മൾ അവിടെ തന്നെ നിൽപ്പുള്ളൂ. നമ്മുടെ ഒരു സാങ്കേതിക വിദഗ്ധന്മാരും അതിനപ്പുറത്തേക്ക് കടന്നു നിന്നിട്ട് അതിനൊന്ന് പരിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടില്ല. ആയിക്കൂടെ ഞാൻ കണ്ടത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ 2-3 ചെറുപ്പക്കാർ ബാംഗ്ലൂരിലൊരു ഹൈടെക് ബയോഗ്യാസ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് സന്തോഷം തോന്നി. നിലവിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകളുടെ എല്ലാ പോരായ്മകളും പരിഹരിച്ചുകൊണ്ടുള്ള ഒരു ലാർജ് വോളിയം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ എന്നാൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെയുള്ള ചെറിയ എഞ്ചിനീയറിംഗ് പിള്ളേർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പോൾ നമുക്ക് സാങ്കേതിക വിദ്യ ഉണ്ട്. കമ്പോസ്റ്റിങ്ങിനാണെങ്കിലും കമ്പോസ്റ്റിംഗ് ലോകത്തിൽ വിൻഡ്രോ കമ്പോസ്റ്റിംഗ് ആദ്യം തുടങ്ങിയത് ഇന്ത്യയിലാണ്. മുനിസിപ്പൽ മാലിന്യങ്ങളുടെ കമ്പോസ്റ്റിംഗ് വേസ്റ്റ് മാനേജ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ളത് ഇന്ത്യയിലാണ്. ഇൻഡോർ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് തുടങ്ങിയത് ഇൻഡോറിൽ നിന്നാണ് സ്വാതന്ത്ര്യത്തിന് മുന്നേ. ബയോഗ്യാസ് പ്ലാന്റുകൾ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഉപയോഗിച്ച് തുടങ്ങിയത് ഇന്ത്യയിലാണ്. എത്ര തരം കമ്പോസ്റ്റിംഗ് ഉണ്ട്? കോയമ്പത്തൂർ മോഡലുണ്ട്. കോയമ്പത്തൂർ മോഡൽ തൊട്ട് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ തുമ്പൂർ മൂഴി വരെയുള്ള വ്യത്യസ്ത തരം കമ്പോസ്റ്റിംഗ് നമ്മുടെ നാട്ടിലുണ്ട്. അത് അറിയുന്ന ആളുകളുണ്ട്, പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആളുകളുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബയോഗ്യാസ് പ്ലാന്റിൻ്റെ കാര്യത്തിലാണെങ്കിലും പലതരം ബയോഗ്യാസ് പ്ലാന്റുകളും മോഡലുകളും ഇവിടെയുണ്ട്. അപ്പം ആ സാങ്കേതികവിദ്യ അവിടെ ഉണ്ട്. ജൈവ മാലിന്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള സാങ്കേതികവിദ്യയുണ്ട്. അജൈവ മാലിന്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ എന്നല്ല, റീസൈക്ലിംഗ് യൂണിറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഡൽഹിയിലാണെങ്കിലും മധുരയിലാണെങ്കിലും കോയമ്പത്തൂരാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും ആവശ്യം പോലെയുണ്ട്. അതിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള ആക്രി കച്ചവടക്കാരുടെ ഏറ്റവും ആക്രി പെറുക്കുന്ന ആളുകൾ മുതൽ അങ്ങറ്റം വരെയുള്ള ഹോൾസെയിൽ വരെയുള്ള ഒരു നീണ്ട ശൃംഖലയുണ്ട്. അപ്പോൾ എന്താ തടസ്സം? ഇവർക്ക് ഇത് എഫിഷ്യൻ്റായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനമോ ഒരു എക്സ്റ്റെൻഡഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമോ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നടന്നു പോകില്ലേ? അവരെ ഈ മെയിൻ സ്ട്രീമിൻ്റെ ഭാഗമാക്കിയാൽ പോരെ? അവർക്ക് വേണ്ട പരിശീലനം, അവർക്ക് വേണ്ട സംരക്ഷണവും, അവർക്ക് വേണ്ട മികച്ച തൊഴിൽ സാഹചര്യങ്ങളും മികച്ച തൊഴിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ പോരെ? ഇത് നടക്കില്ലേ? ഇതിനു വേണ്ടി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റിയാണ്. നമ്മളെക്കാളും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഫിലിപ്പീൻസിൽ ബരങ്കായി നമ്മുടെ പഞ്ചായത്ത് വരുന്ന അവരുടെ ബരങ്കായിൽ, അവിടെ ഓരോ വാർഡിലും റോഡ് സൈഡിൽ ഒരു ചെറിയ ഷെഡ് ഉണ്ടാവും. ഒരു 4 പെട്ടി ഇങ്ങനെ തടി കൊണ്ട് അടിച്ചു കൂട്ടിയ 4 പെട്ടി ഉണ്ടാവും. ആ ഏരിയയിലുള്ള മാലിന്യങ്ങൾ മുഴുവനും ശേഖരിച്ചിട്ട് പ്ലാസ്റ്റിക് വേറെ, പേപ്പർ വേറെ, മെറ്റൽ വേറെ ആയിട്ട് തിരിച്ചിടും. അതവിടെ നിന്ന് ആക്രിക്കാർക്ക് മാസം വിൽക്കും. അത് അവർ കൊണ്ടുപോയിട്ട് റീസൈക്ലിങ്ങിന് കൊണ്ടുപോകും. അവിടെ ആരും കത്തിക്കുന്നില്ല, വഴിയിൽ വലിച്ചെറിയുന്നില്ല. സാധാരണ മനുഷ്യർ ജീവിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ഇതൊക്കെ സാധ്യമാണ്. നമ്മൾ ഈ മോഡലുകളൊന്നും കാണില്ല. പകരം നമ്മൾ ജർമ്മനിയിലുള്ള മോഡൽ കാണാനായിട്ട് നമ്മളിവിടെ നിന്ന് ആരോ ചന്തയ്ക്ക് പോയതുപോലെ പോയിട്ട് കൈയും വീശി തിരിച്ചു വരും. കോൾഡ് മിനറലൈസേഷൻ പ്രോജക്റ്റ് കാണാനായിട്ട് ഇവിടെ നിന്ന് ഒരു ടീം പോയി. അങ്ങനൊരു സംവിധാനം ഇല്ല, ജർമ്മനിയിലില്ല. അത് പോകരുത് സാർ, അത് അങ്ങനെ ഒരു സംവിധാനം ഇല്ലെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഇതൊരു പുതിയ ടെക്നോളജിയാണ്, നമ്മൾ ചെയ്യും. ഏറ്റവും ഒടുവിലുള്ള ഒരു തമാശ പറഞ്ഞ് നിർത്താം. ചാലയിൽ മാലിന്യങ്ങൾ കത്തിച്ച് കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റഗ്രേറ്റഡ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു പ്രോജക്റ്റ് ലോറോ എൻവിറോഗ്രീൻ എന്ന് പറഞ്ഞൊരു കമ്പനി വഴി കൊണ്ടുവന്നു. അവർക്കൊന്നും വേണ്ട, സ്ഥലം ലീസിന് കൊടുത്താൽ മതി, പണയപ്പെടുത്തില്ല അവർ, ലീസിന് കൊടുത്താൽ മതി, സർക്കാർ കാശ് കൊടുക്കണ്ട, വേസ്റ്റ് മാത്രം കൊടുത്താൽ മതി, ഞങ്ങളുണ്ടാക്കുന്ന കറണ്ട് നിങ്ങൾ വാങ്ങിച്ചോളണം, അതും കുറഞ്ഞ റേറ്റിന് മതി, വേറെ ഒന്നും നിങ്ങൾ അറിയണ്ട. ഇതെല്ലാം കേട്ട് നമ്മൾ ഭൂമി അളന്ന് തിരിച്ചു, അവർക്കത് കൈമാറാനുള്ള രേഖയുണ്ടാക്കി,
അവരുമായിട്ട് വേസ്റ്റ് എടുക്കാനുള്ള കോൺട്രാക്റ്റ് ഉണ്ടാക്കി, അവർ നിന്ന് ഇലക്ട്രിസിറ്റി വാങ്ങിക്കാനുള്ള പർച്ചേസ് എഗ്രിമെൻറ്റ് വരെ നമ്മളുണ്ടാക്കി. അതെല്ലാം കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു തട്ടിപ്പ് കമ്പനിയായിരുന്നു. അമേരിക്കൻ കമ്പനി എന്നൊക്കെ കേട്ടപ്പോൾ വീണു. ഒന്നുമില്ല. ഞാൻ വെറുതെ ഗൂഗിൾ ചെയ്തിട്ട് ഈ കമ്പനിയുടെ പേരും ഇതിൻ്റെ ആളുടെ പേരും ഒക്കെ വെച്ച് സെർച്ച് ചെയ്തപ്പോൾ ഫ്ലോറിഡയുടെ കമ്പനി രജിസ്റ്റർ ബുക്കുണ്ട്, ഓൺലൈൻ കിട്ടും. അതെടുത്ത് മറിച്ച് നോക്കിയിട്ട് ഇയാളുടെ പേര് വെച്ച് സെർച്ച് ചെയ്യുമ്പോഴേക്ക് അയാൾ ഒരു അഡ്രസ്സിൽ 50 കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അയാൾ ഇവിടെ കൊണ്ടുവന്ന കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ എന്ന് പറയുന്നത് $15. $15 കമ്പനിയാണ് 60 കോടി രൂപയുടെ പൈലറ്റ് പ്രോജക്റ്റോടെ ചെയ്യുകയും തിരുവനന്തപുരത്ത് തന്നെ 5 പ്രോജക്റ്റിനുള്ള എഗ്രിമെൻറ്റ് വാക്കാലുണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞത്. ആരും അന്വേഷിക്കാനുണ്ടായിരുന്നില്ല. പത്രത്തിൽ വാർത്ത വന്നു, അതുകൊണ്ട് പദ്ധതി ഇപ്പം ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ ചെയ്യുമെന്നൊക്കെ അവർ പരാജയപ്പെട്ടു എന്ന് പറയുന്നില്ല. രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനും നോക്കി, ഈ പ്രോസസ്സ് മുഴുവൻ നോക്കി സർക്കാരിന് ഉപദേശം കൊടുക്കാനായിട്ട് കൺസൾട്ടൻസി വെച്ചിരുന്നു, ICICI ഇൻഫ്ര. എന്നിട്ട് അവസാനം ഈ പ്രശ്നം വന്നപ്പോൾ അവരോട് മറുപടി ചോദിച്ചപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ പോയി കുറേ സാധനങ്ങൾ കോപ്പി ചെയ്യുന്നു. ഒരു കുഴപ്പമില്ല, അവർ ഇന്നയിടത്തൊക്കെ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇന്ന രാജ്യങ്ങളിൽ ക്രെഡിബിലിറ്റി ഉള്ള കമ്പനിയാണെന്ന് പറഞ്ഞു. അതേ രാജ്യങ്ങളിൽ ഞങ്ങൾ ഇമെയിൽ ചെയ്തപ്പോൾ അങ്ങനെ ഒരു കമ്പനി അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് കാണിക്കുന്നത് ഒരു തരത്തിലൊരു കാലസ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ഇത്രയും പ്രശ്നം വന്ന് നിൽക്കുമ്പം വിളപ്പിൽ ശാല പൂട്ടിയിട്ട് ഇപ്പോൾ 2 വർഷമാകാൻ പോവുകയാണ്. ഇത്രയും കാലമായിട്ടും ഇത്രയും മഴ പെയ്യുന്ന സമയത്തും ഈ മാലിന്യ പ്രശ്നത്തിനെ പരിഹരിക്കണം എന്നുള്ള ഒരു തീരുമാനം എങ്ങുമില്ല, അങ്ങനെ താല്പര്യം ആർക്കുമില്ല. ഇത് കുറച്ചുകൂടി മോശമാകാനാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് ഇവരോട്ടുള്ള ബന്ധത്തിൽ എനിക്ക് മനസ്സിലായത്, ഈ പ്രശ്നം കുറച്ചുകൂടി മോശമായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാം. ആരോടും ചോദിക്കാതെ, ആരുടെ അഭിപ്രായം എടുക്കാതെ തോന്നിയ മെഷീനുകൾ വാങ്ങിച്ചു കൂട്ടാം. അങ്ങനെ വാങ്ങിച്ച ഒരു മെഷീനാണ് ഇപ്പോൾ മലപ്പുറത്തേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ ഒന്നേ ഉള്ളൂ, സീറോ വേസ്റ്റ്. ഈ സീറോ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് പുതിയൊരു കാര്യമേ അല്ല. 30 വർഷം മുമ്പേ ഉണ്ടായിരുന്നൊരു സിസ്റ്റമാണ്. അതിനൊന്ന് പൊടി തട്ടിയെടുത്ത് അതിനൊന്ന് മെച്ചപ്പെടുത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിവിടെ വർക്ക് ചെയ്യും. നമുക്ക് വേണ്ടത് എത്തിക്കൽ, എഫിഷ്യൻറ്റ് ആൻഡ് ഇക്കണോമിക്കൽ റിസോഴ്സ് യൂസാണ്. വേസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റില്ല, റിസോഴ്സ് മാനേജ് ചെയ്യാൻ പറ്റും. എത്തിക്കൽ റിസോഴ്സ് യൂസാണ് നമുക്ക് വേണ്ടത്. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആളിന് വേണോ എന്ന് ചോദിക്കുന്ന നമ്മുടെ ഒരു പഴയ പാരമ്പര്യമുണ്ട്. ഭക്ഷണം എടുത്ത് വയ്ക്കുമ്പോൾ വേണോ നമ്മൾ ചോദിക്കുന്ന അത് ഷെയർ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയാണ്. മറ്റുള്ളവരെ കുറിച്ച് കൂടി ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. അതാണ് എത്തിക്കൽ. അപ്പോൾ ഒരു സാധനം എടുത്ത് ഉപയോഗിക്കുമ്പോൾ അത് എൻ്റെത് മാത്രമല്ല, കള്ളുകൂടി എൻ്റെ ലോജിക്കല്ല, എൻ്റെ കാശ് ഞാൻ കുടിക്കും, നിനക്ക് എന്താണെന്ന് ചോദിക്കുന്ന ലോജിക്കല്ല, എൻ്റെ കാശിന് ഞാൻ പൈപ്പ് ലൈനിൽ നിന്ന് എടുത്ത വെള്ളം ഞാനെടുത്ത് കാറ് കഴുകും, നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കുന്ന ലോജിക്കല്ല. മറ്റുള്ളവരെ കുറിച്ച് കൂടി, അത് മറ്റു മനുഷ്യരെക്കുറിച്ചും മറ്റ് പരിസ്ഥിതിയെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് റിസോഴ്സ് യൂസ് നടത്തുന്ന ഒരു തലമുറ ഉണ്ടാക്കാൻ പറ്റുമോ, നമുക്ക് ഒരു ജനസമൂഹത്തിന് ഉണ്ടാക്കാൻ പറ്റുമോ? എഫിഷ്യൻ്റ് ആയിട്ടുള്ള മോഡൽസ്, എഫിഷ്യൻസി നമുക്ക് കൂടുതൽ കാര്യക്ഷമമാക്കാൻ പറ്റുമോ? അപ്പം മാലിന്യത്തിൻ്റെ അളവ് കുറയും, വേസ്റ്റ് ഉണ്ടാകുന്ന കുറയും. അപ്പം വേസ്റ്റ് എല്ലാം ഉണ്ടാകുന്ന ഡിസ്കാർഡ്സ് ആയിരിക്കും. ഡിസ്കാർഡ്സ് എന്ന് പറയുന്നത് എനിക്കിപ്പോൾ വേണ്ടാത്തതാണ്, അത് നാളെ ആർക്കെങ്കിലും ആവശ്യമുള്ളതായിരിക്കും. അതിനെ തിരിച്ചെടുക്കുന്നതിനുള്ള റിസോഴ്സ് റിക്കവറി സംവിധാനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പം ഏറ്റവും ഫ്രണ്ട് എൻഡിൽ നമ്മൾ വേണ്ടത് നമുക്ക് എത്തിക്കലായിട്ട്, എഫിഷ്യൻ്റായിട്ട്, ഇക്കണോമിക്കലായിട്ട്, സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാകുന്ന തരത്തിലുള്ള റിസോഴ്സ് യൂസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ആ റിസോഴ്സ് ഇത് നടക്കും. ഡിസ്പോസിബിൾ കപ്പും പ്ലേറ്റും ഉപയോഗിക്കുന്ന എഫിഷ്യൻ്റ് അല്ല, അത് അൺഎത്തിക്കലാണ്, അത് ഇൻഎഫിഷ്യൻ്റാണ്, അത് അൺഇക്കണോമിക്കലാണ്. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മോഡൽ എന്താണ്? നിങ്ങളൊരു ഹയർ സർവീസ് ഏജൻസിയിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് കപ്പുകളും പാത്രങ്ങളും വാടകയ്ക്ക് എടുത്തിട്ട് ഓടിച്ച് നോക്കൂ, അത് എത്തിക്കലാണ്. അതിൽ സാമ്പത്തികമായിട്ടല്ല, നിങ്ങൾക്ക് ലാഭമാണ്, അവർക്കും ലാഭമാണ്. വേസ്റ്റിൻ്റെ അളവ് വളരെ കുറവാണ്. എന്താ ഉണ്ടാവുക അതിന്ന്? ഇത് ഞങ്ങൾ പ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫുഡ് ഫെസ്റ്റിവലിൽ ഞങ്ങളിത് പ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്ത് കാരണം ഗ്ലാസ്സൊക്കെ പൊട്ടിയാലും ആ ബ്രേക്കേജ് കഴിഞ്ഞ് നോക്കുമ്പോഴും അത് ലാഭകരമാണ്. കോവളത്ത് നടന്നിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവലിൽ നമ്മളിത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും ലാഭകരമായി നടന്നൊരു സംവിധാനത്തിനാണ് നമുക്ക് എപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയും. ഞാൻ ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഒരു റീസൈക്ലിംഗ് പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുള്ളത് കേരള സർക്കാരിനകത്താണ്. സർക്കാരിൻ്റെ എൻവലപ്സ് നമ്മൾ പറയും സർക്കാർ സംവിധാനങ്ങളെല്ലാം പാഴാണെന്ന് നമ്മൾ പറയും. അവരുപയോഗിക്കുന്ന എൻവലപ്സ് കണ്ടിട്ടുണ്ട്, ബ്രൗൺ കവർ. ആ ഒരു ഫ്ലാപ്പ് ഒട്ടിച്ചിട്ട് ആ ഒരു കവർ എത്ര പ്രാവശ്യം സഞ്ചരിക്കുന്നുണ്ടാവും? അതിപ്പോഴും ഉണ്ട്. എന്നാലോചിച്ചോക്കെ, നാഷണൽ ജിയോഗ്രാഫിക് സൊസൈറ്റി അവരുടെ പബ്ലിക്കേഷൻസ് ഡൽഹിയിലേക്ക് കൊണ്ടുവന്നിട്ട്, പഴയ പബ്ലിക്കേഷൻസ് ഡൽഹിയിൽ കൊണ്ടുവന്നിട്ട് കരംമാർഗ് എന്ന് പറഞ്ഞൊരു സംഘടനയെ കൊണ്ട് പേപ്പർ കവറുകൾ ഉണ്ടാക്കിയിട്ട് അത് എൻവലപ്പായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് വലിയ വാർത്തയാണ്. വർഷങ്ങളായിട്ട് നമ്മുടെ സർക്കാർ ഇതിനകത്ത് ചെയ്യുന്ന, അതും പേപ്പറല്ല, അൺബ്ലീച്ച്ഡ് ബ്രൗൺ പേപ്പറാണ്. അത് നല്ലതാണെങ്കിൽ അത് ചെയ്യുന്നൊരു വലിയ കാര്യമാണെന്ന് അവർക്കും അറിഞ്ഞൂടാ. അതൊരു കുഴപ്പം. അത്
മരങ്ങൾ സേവ് ചെയ്യുന്നുണ്ട്, അത് എന്തുമാത്രം എനർജി സേവ് ചെയ്യുന്നുണ്ട്, അത് എന്ത് മെസ്സേജാണ് ലോകത്തിന് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോഴും. അതൊന്ന് റിവൈവ് ചെയ്യാൻ പറ്റുന്നു. അത് റിവൈവ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ഈ മാലിന്യ പ്രശ്നത്തിനെ മറികടക്കാൻ പറ്റുള്ളൂ, ഈ പ്രശ്നത്തിനെ മറികടക്കാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് വേണ്ടത് ബെറ്റർ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ്. അത് എത്തിക്കലായിരിക്കണം, എഫിഷ്യൻ്റ് ആയിരിക്കണം, ഇക്കണോമിക്കലായിരിക്കണം. അതിന് നമുക്ക് നല്ലൊരു ലാർജർ ഫ്രെയിംവർക്ക് ഉണ്ടാവണം, ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ടാവണം. എക്സ്റ്റൻഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിൾ ആണ്. തോന്നിയതുപോലെ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ കിട്ടിയിട്ട് അങ്ങനെ ആർക്കും പോകാനൊന്നും പറ്റില്ല. അതിൻ്റെ പോസ്റ്റ് കൺസ്യൂമർ പ്രോഡക്റ്റിന്, ആ വേസ്റ്റിന് അവർ ഉത്തരവാദിത്വം എടുക്കണം. അങ്ങനെ നമ്മൾ അവരെ നിർബന്ധിക്കുമ്പോൾ മാത്രമേ അവർ ഡിസൈനിൽ മാറ്റം വരുത്തുള്ളൂ. തിരിച്ചെടുത്ത് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന സാധനം മാത്രമേ അവർ കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ചില സംവിധാനങ്ങളിലൂടെ വരുമ്പോഴാണ് നമ്മൾ സീറോ വേസ്റ്റ് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാകുന്നത്. പക്ഷെ അതിന് വേണ്ടത് നമ്മൾ ജനങ്ങളെ അതിനനുസരിച്ച് എക്വിപ്ഡ് ആക്കണം, ആ ഒരു ബോധമുണ്ടാക്കിയെടുക്കണം. അതൊരു വലിയൊരു പ്രചരണ പരിപാടി തന്നെയായിരിക്കണം. അങ്ങനെ ഒരു പ്രചരണ പരിപാടിക്ക് നേതൃത്വം കൊടുക്കാൻ ആർക്കൊക്കെ പറ്റും. അത് വലിയൊരു പരിപാടി എടുത്തില്ലെങ്കിലും സ്വന്തം വീടിനടുത്തുള്ള 10 വീടുകൾ ചെയ്താൽ അത് തന്നെ ഒരു വലിയ മാറ്റത്തിന് വഴി തുറന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ലോകത്തിൽ വിപ്ലവം ഉണ്ടായിട്ടുള്ളത്. പഴയതുപോലെ ഇതൊരു വലിയൊരു വിപ്ലവമായിരിക്കും. വിപ്ലവം എന്ന് പറഞ്ഞാൽ എപ്പോഴും തോക്കും കത്തിയും എടുത്തിട്ടുള്ളതല്ല വിപ്ലവം. മാനസികമായിട്ട് മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റിമറിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയൊരു വിപ്ലവം. ചുരുട്ടിക്കളയുന്ന ഒരു കടലാസിനെ നാളെ മുതൽ ചുരുട്ടിക്കളയില്ല, ഞാൻ അതിനെ മടക്കി എടുത്ത് വെക്കും എന്ന് നമ്മൾ തീരുമാനിച്ച് അത് കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയാൽ അതിനും അപ്പുറം ഒരു വലിയ കാര്യം നമുക്ക് ഈ ലോകത്തിലിടുന്ന് ചെയ്യാനില്ല. സീറോ വേസ്റ്റ് എന്നുള്ളത് വളരെ വലിയൊരു സബ്ജക്റ്റാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അത് പക്ഷേ ഇനി നിങ്ങൾ പോയി ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങൾക്ക് തന്നെ തനിയെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. അതുകൊണ്ട് ഞാൻ ഈ സംഭാഷണം ഞാൻ ഇവിടെ നിർത്തുകയാണ്. നമുക്ക് ഇനിയും തുടർന്ന് നമ്മൾ ബന്ധപ്പെടണം, തുടർന്ന് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കണം. പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. എന്തായാലും വൈകുന്നേരം ഇതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയ എല്ലാവർക്കും എൻ്റെ സംഘടനയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി നിർത്തുന്നു. നമസ്കാരം. പ്ലാസ്റ്റിക്കിൻ്റെ ഡികമ്പോസിഷൻ അല്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഡീപോളിമറൈസേഷൻ ആണ് ചെയ്യുന്നത്. ടെക്നിക്കലി അതാണ് ഡീപോളിമറൈസേഷൻ. അപ്പം ഇത് പെട്രോളിയം പ്രോഡക്റ്റാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഈഥെയിൻ അല്ലെങ്കിൽ പ്രൊപ്പൈൻ, അതിൽ നിന്നാണ് എത്തിലീനും പ്രൊപ്പിലീനും ഉണ്ടാകുന്നത്. അതിനെടുത്തിട്ടാണ് പിന്നീട് അവർ തന്നെ പോളിമറൈസ് ചെയ്ത് പലതരത്തിലുള്ള പ്രോഡക്ട്സ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ തിരിച്ച് ഡീപോളിമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെട്രോളിയത്തിൻ്റെ ഒരു ഇന്ധനമായിട്ട് അത് തിരിച്ച് കിട്ടണം എന്നുള്ളതാണ് തിയറി. അത് ലാബ് കണ്ടീഷൻസിൽ ഒരുപാട് പേര് അത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞത് ബോംബെക്കടുത്ത് ഒരു കമ്പനി അത് ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിക്ക് ആയിരിക്കണം ഒരു ദിവസം ഏതാണ്ട് 300 കിലോ 400 കിലോ പ്ലാസ്റ്റിക്കിനെ അത്തരത്തിൽ അവർ ഡീപോളിമറൈസ് ചെയ്തിട്ട് ഇത് ഇന്ധനം ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്നതിന് വളരെ മുന്നേ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ 8-10 വർഷം മുന്നേ തന്നെ പൂനെയിൽ ഇതേപോലെ ഒരു ഗവേഷക കണ്ടുപിടിച്ചതായിട്ട് വാർത്ത നമ്മൾ വായിച്ചിരുന്നു. അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്ത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്ന ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടേക്കുള്ളൊരു പ്രശ്നം വെച്ചാൽ ഇതെല്ലാവരും പറയുന്നത് എല്ലാവരും പേറ്റൻറ്റ് ചെയ്യാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് തടസ്സം എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് നമ്മളിത് കേൾക്കുന്നുണ്ട്, ഈ സാങ്കേതികവിദ്യയെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. ഈ സാങ്കേതികവിദ്യ ലാഭകരവും അത് സുഗമവുമായിരുന്നുവെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇവിടെ കാണില്ല. നിങ്ങൾ മാലിന്യ കൂമ്പാരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അലുമിനിയം ഫോയിൽ നിങ്ങൾ കാണില്ല, ഒരു മെറ്റലും കാണില്ല, ഒരുവിധപ്പെട്ട വലിയ കടലാസുകളൊന്നും കാണില്ല. എന്തുകൊണ്ടാണ്? അതിന് ആവശ്യക്കാരുണ്ട്. അത് സാമ്പത്തികമായിട്ട് ലാഭകരമാണ്, റീസൈക്കിൾ ചെയ്യാൻ പറ്റും. എടുത്ത് റീസൈക്ലിങ്ങിന് കൊണ്ടുപോയാൽ കൊണ്ടുപോകുന്നതിന് കാശ് കിട്ടും, അതാരും വേണ്ട നടക്കും. ഈ പറയുന്ന സംവിധാനം അതുപോലെ സാമ്പത്തികരമായിട്ട് ലാഭവും കരമാണെങ്കിൽ തനിയെ നടന്നു പോകും. അപ്പോൾ ഇത് നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനെന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ളതാണ്. അത് അത്തരത്തിൽ ഇക്കണോമിക്കലി പ്രോഫിറ്റബിളായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതിൽ സാങ്കേതികമായ തടസ്സമുണ്ട്. സാങ്കേതികമായ തടസ്സം തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങളെടുക്കുന്ന ഏത് പ്ലാസ്റ്റിക് ഉൽപ്പന്നത്തിലും ഏറ്റവും കുറഞ്ഞത് 90-ലധികം മറ്റ് രാസവസ്തുക്കളുണ്ട്. തിയറിറ്റിക്കലി ഒരു പോളിമറിനെ എടുത്ത് ഡീപോളിമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്രോളിയം കിട്ടും. പക്ഷേ ഒരു പ്ലാസ്റ്റിക് ഉൽപ്പന്നത്തിനെടുത്ത് നിങ്ങൾ ഡീപോളിമറൈസ് ചെയ്യുമ്പോൾ മിക്കവാറുമുള്ളൊരു പ്ലാസ്റ്റിക് ഉൽപ്പന്നത്തിൻ്റെ ബോഡി വെയ്റ്റിൻ്റെ ഒരു 10% മുതൽ 60% വരെ ഇത്തരത്തിലുള്ള മറ്റ് വസ്തുക്കളാണ്. അത് പ്ലാസ്റ്റിസൈസറുകളുണ്ടാവും, ഹെവി മെറ്റൽസ് ഉണ്ടാകും, താലേറ്റുകളുണ്ടാവും, അത് തന്നെ പലതരം കെമിക്കൽസാണ്, ഫ്ലെയിം റിട്ടാർഡൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ എന്ത് സംഭവിക്കും? ഈ ഡീപോളിമറൈസേഷൻ സംഭവിക്കും, ഇതിനെന്ത് സംഭവിക്കും, ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യും? അതിനെക്കുറിച്ച് ആരും ഈ ഗവേഷകരാരും ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി നമ്മൾ കാത്തിരിക്കാം. അത് നല്ലൊരു സാങ്കേതിക വിദ്യയാണെങ്കിൽ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം. കാരണം നിലവിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ ഏറ്റവും നല്ലൊരു വഴിയാണത്.
ഇതിലൊരു തമാശ ഞാൻ ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഒരു 6 കൊല്ലം മുന്നേ സ്കൂൾ നോട്ട് ബുക്കുകളുടെ പുറകിലൊരു അഡ്വർടൈസ്മെൻറ്റ് എടുത്തിരുന്നു. പ്ലാസ്റ്റിക് കത്തിക്കുക, അത് പെട്രോളിയത്തിൽ നിന്നുണ്ടാക്കുന്നത്, അത് ഹൈഡ്രോ കാർബണുകളാണ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഹൈഡ്രോ കാർബണുകളിൽ കത്തിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്നിട്ട് വെള്ളമുണ്ടാവും. H2Oയും കാർബൺ ഡൈ ഓക്സൈഡും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ലാണ്ട് പ്ലാസ്റ്റിക് നിങ്ങൾ കത്തിച്ചോളൂ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ പരസ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ശാസ്ത്രം പഠിച്ചിട്ടില്ല, ഞാൻ പഠിച്ച കൊമേഴ്സാണ്. അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ച ശാസ്ത്രം വെച്ച് നമ്മൾ ചോദിച്ചു, കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഇനേർട്ടാണ്, അതിന് മണമോ നിറമോ ഇല്ല, രുചിയുമില്ല. വെള്ളവും അതുപോലെയാണ്. അപ്പം പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഇത് രണ്ടും മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എങ്കിൽ മണം ഉണ്ടാവാൻ പാടില്ല, പുകയ്ക്ക് നിറമുണ്ടാകാനും പാടില്ല. ഇത് രണ്ടുമല്ല. ഈ മുറിക്കകത്ത് 5 പ്ലാസ്റ്റിക് കവർ ഒരുമിച്ച് വെച്ച് കത്തിക്കുകയാണെങ്കിൽ, ഇത് അടച്ചിടുകയാണെങ്കിൽ ഇതിനകത്തിരിക്കുന്ന 4 പേര് ബോധം കെട്ട് വീഴും. അത് നമ്മുടെ ഏറ്റവും മിനിമം ബേസിക് സയൻസാണ്. അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് കത്തിച്ച് കിട്ടുന്ന പുക നമ്മൾ തണുപ്പിക്കുകയാണെങ്കിൽ നമുക്ക് സോഡ കിട്ടണ്ടേ, കാരണം കാർബൺ ഡൈ ഓക്സൈഡും വെള്ളമല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ശാസ്ത്രത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടാണ് ഇത് പല അവർ കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ് പറഞ്ഞത്. കാർബൺ മോണോക്സൈഡ് മാത്രമല്ല, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ വേറെ ഒരുപാട് സാധനങ്ങൾ വരും. അത് PVC ആണെങ്കിൽ ഡയോക്സിൻ ഉണ്ടാവും. അത് വെറും HDP ആണ് കത്തിക്കുന്നതെങ്കിൽ ഡയോക്സിൻ ഉണ്ടാവും, കാരണം അവിടെ ഒരു ലേശം ഉപ്പുണ്ടായാൽ മതി. അപ്പോൾ ഇത് ശാസ്ത്രത്തിന് അവർക്ക് തോന്നിയ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് നമ്മളെ പറ്റിക്കുന്ന ചിലവർ. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. റോഡ് ടാർ ചെയ്യുമ്പോഴേക്കും നമുക്കത് ഉപയോഗിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടത് US ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് നമുക്കൊരു പ്രശ്നം വരുന്നത്. US അവരത് ചെയ്യുന്നില്ല, യൂറോപ്പിലത് ചെയ്യുന്നില്ല, പക്ഷേ നമുക്കിതവിടെ ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലോജിക്ക്, കാരണം അവർ പ്ലാസ്റ്റിക് വേസ്റ്റ് മുഴുവൻ ഇങ്ങോട്ട് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. ബാംഗ്ലൂരിൽ ആദ്യമായിട്ട് റോഡ് ടാർ ചെയ്യാനായിട്ട് പ്ലാസ്റ്റിക് ഉപയോഗിച്ച സമയത്ത് സെൻറ്റർ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ നടത്തിയിട്ടുള്ള ഒരു ടെസ്റ്റിൽ ആ റോഡിന് മുകളിൽ അന്തരീക്ഷത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ വേപ്പർ കൂടുതലായിട്ട് കണ്ടെത്തി, എൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ അവരന്നത് അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. പക്ഷേ ഹൈഡ്രോക്ലോറിക് ആസിഡ് വേപ്പർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഡയോക്സിൻ ഫോർമേഷൻ്റെ ഇൻഡെക്സ് ആണത്. ഇരുന്ന് ചോദിച്ചാൽ നമുക്ക് പലതരം പ്രോഡക്ട്സ് ഉണ്ട് സൂപ്പർ മാർക്കറ്റിംഗ് അറിയാം. ഓരോ പ്രോഡക്ട്സിനും ഓരോ തരം പാക്കിംഗ്, ഓരോ തരം പ്രിന്റിങ്, അല്ലെങ്കിൽ ഓരോ തരം സ്റ്റിക്കറിങ്. എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഓപ്ഷനിലായിട്ട് ഇപ്പം 4 പ്രോഡക്ട്സ് വെച്ച് പാക്കിംഗ് പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്തരം പ്രോഡക്ട്സ് വെച്ച് ഇത്രയും കെമിക്കൽസ് വെച്ച് പ്രിന്റിങ് പാടുള്ളൂ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ റീസൈക്ലിംഗ് എളുപ്പമാവില്ലേ? അതേപോലെ തന്നെ ഇപ്പൊ ടെട്രാ പാക്ക് എന്ന് പറയുന്ന കമ്പനി അവരുടെ ആ പ്രൊഡക്റ്റ് മിക്ക ലിക്വിഡ് ഈ ജ്യൂസ് പോലത്തെ കമ്പനീസ് അത് ടെട്രാ പാക്കിംഗ് ഉപയോഗിക്കണേ. ടെട്രാ പാക്ക് ക്ലെയിം ചെയ്യുന്നുണ്ട് അവരുടെ അറൌണ്ട് 25 to 40% ഓഫ് ദ പാക്കിംഗ് വേസ്റ്റ് അവർ ഈ പറയുന്ന റീസൈക്കിൾ ചെയ്തിട്ട് റീസൈക്കിൾ ചെയ്യുന്നില്ല, പക്ഷെ വേറെ പ്രൊഡക്ട്സ് ആയിട്ട് അവർ അത് തിരിച്ചെടുത്ത് വേറെ പ്രൊഡക്ട്സ് ആക്കണമെന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, പാക്കേജിംഗ് ലോ നിർഭാഗ്യവശാൽ നമുക്ക് അങ്ങനെ ഒരു നിയമമില്ല. യൂറോപ്പിലുണ്ട് പാക്കേജിംഗ് ലോ ഉണ്ട്, അതിൽ ഗ്രീൻ പാക്കേജിംഗ് ലോ ഉണ്ട്. അങ്ങനെ ഗ്രീൻ പാക്കേജിംഗ്, ഗ്രീൻ ഡോട്ട് കിട്ടുന്ന പാക്കേജിങ്ങിനാണെങ്കിൽ ടാക്സ് ഡിഡക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ പല കമ്പനികളും, അതിപ്പം ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. നോക്കിയ, യൂറോപ്പിൽ നിന്ന് വരുന്ന നോക്കിയ ഫോൺ, അതിൻ്റെ പാക്കേജിങ് നോക്കിയാൽ മതി. അൺബ്ലീച്ച്ഡ് കാർഡ്ബോർഡ് അകത്ത്, അതുപോലെ തന്നെ പേപ്പർ മാഷ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പാക്കേജിംഗ് ആണ് അതിനകത്തുള്ളത്. ചൈനയിൽ നിന്ന് വരുന്ന നോക്കിയ ഫോണിനാണെങ്കിൽ തെർമോക്കോൾ ഉണ്ടായിരിക്കും പാക്കിംഗ്. അത് 2 നിയമങ്ങളാണ്. നിയമം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. ഒരു പാക്കേജിംഗ് ലോ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ അതിനകത്തൊരു ഇൻസെൻറ്റീവും ഡിസിൻസെൻറ്റീവും വയ്ക്കുകയാണെങ്കിൽ മാറ്റമുണ്ട്. പക്ഷേ അതിനെന്തുകൊണ്ടോ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടോ എന്നുള്ളതല്ല, അതിനുള്ള റീസണിലേക്ക് ഞാൻ വരാം. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന മൊത്തം പ്ലാസ്റ്റിക്കിൻ്റെ എൻ്റെ റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുവിൻ്റെ അതുണ്ടാക്കുന്ന ഫെസിലിറ്റികളുടെ മോർ ദാൻ 2/3 കൺട്രോൾ ചെയ്യുന്നത് റിലയൻസ് ആണ്. ഏറ്റവും കൂടുതൽ സബ്സിഡി, നേരിട്ടും അല്ലാതെയും സബ്സിഡി ലഭിക്കുന്നത് ഈ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിക്കാണ്. ബോംബെയിൽ ഒരു ഡോർ അഡ്രസ്സിൽ 120ഓളം കമ്പനികൾ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ പോളിമർ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പ്ലാസ്റ്റിക് നിരോധിക്കാൻ പറ്റാത്തതെന്നുള്ളതിനെക്കുറിച്ച്. രണ്ടാമത്തെ ചോദ്യം ഉണ്ടായിരുന്നത് ടെട്രാ പാക്കിനെ കുറിച്ച്. ടെട്രാ പാക്കിൻ്റെ ക്ലെയിം തെറ്റാണ്. ടെട്രാ പാക്ക് എന്ന് പറയുന്നത് 4 ലെയറാണ്. ഏറ്റവും ഉള്ളിൽ പ്ലാസ്റ്റിക്, അതിന് തൊട്ട് പിറകിൽ അലുമിനിയം ഫോയിൽ, അതിന് പിറകിൽ കാർഡ്ബോർഡ്, ഏറ്റവും പുറമെ നമ്മൾ കാണുന്നിടത്ത് പേപ്പർ. ആണ് 4. ഇനിയിപ്പോൾ 6 ലെയറിൻ്റെയും വരുന്നുണ്ട്. അവർ അതിനെ റീസൈക്കിൾ എന്ന് പറയുമ്പോഴേക്ക് ആയിക്കൂടെ അവർക്ക് റീസൈക്ലിംഗ് ഫെസിലിറ്റി ഉള്ളത് ബോംബെയിലാണ്. ഒരെണ്ണേ ഉള്ളൂ, ഒരു ഫെസിലിറ്റി ഉള്ളൂ. അവിടെ റീസൈക്കിൾ ചെയ്യുന്നതിന് ഒരു ലിമിറ്റുണ്ട്.
മാത്രമല്ല അത് ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് അവിടെ എത്തിക്കുന്നതിന് ഈ റാക്ക് പിക്കറുടെ ഈ നെറ്റ്വർക്കിന് യാതൊരു ഇൻസെൻറ്റീവും ഇല്ല. അതുകൊണ്ട് ആരും എടുക്കുന്നില്ല. നമുക്കറിയാം, നിങ്ങൾ ടെട്രാ പാക്ക് കൊടുത്തു നോക്കുക, ആരും എടുക്കുന്നില്ല. എടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകാം ഇത് സാധനം അവിടെ എത്തുന്നില്ല. അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ കണക്കിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് മിക്കവാറും റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് ചെയ്യുന്ന പറഞ്ഞാൽ അതിനകത്ത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ആ പേപ്പർ ഭാഗം മാത്രം ഇളക്കി എടുത്തിട്ട് അതിനെ പൾവറൈസ് ചെയ്തിട്ട് ഈ കൊറുഗേറ്റഡ് ബോർഡ് ഉണ്ടാക്കും അവർ, ഈ ഷീറ്റ്, റൂഫിംഗ് ഷീറ്റിനുള്ള. അതിനകത്തുള്ള അലുമിനിയം ഫോയിൽ എടുത്തിട്ട് അവർ റീസൈക്ലിങ്ങിന് മറ്റ് മെൽറ്റിങ്ങിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൊറുഗേറ്റഡ് ഷീറ്റ് ഇപ്പം ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ അവിടെ ഈ ഷോപ്പീസൊക്കെ ആയിട്ട് ഇപ്പം ബോംബെയിൽ അവൈലബിൾ ആണ്. ഇതാണ് അവിടെ നടക്കുന്നത്, അല്ലാതെ വേറെ പ്രോഡക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പം പ്രോഡക്റ്റ് ഡിസൈനിലൊരു മാറ്റം വരും. ഇപ്പം ജ്യൂസ് നമ്മുടെ അടുത്തേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഒരു ഓയിൽ നമ്മുടെ അടുത്തേക്ക്, നമ്മൾ ഇന്നും ഇന്നലെ ഒന്നും അല്ലല്ലോ ജ്യൂസും ഓയിലൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളത്. US ഏറ്റവും പ്രീമിയർ ബ്രാൻഡായിട്ടുള്ള ആപ്പിൾ ജ്യൂസ് വരുന്നത് ഇപ്പോഴും ഗ്ലാസ് ബോട്ടിലാണ്. വളരെ സിമ്പിൾ സീലിംഗാണ്. എനിക്ക് ആ സീലിംഗ് ഇഷ്ടപ്പെട്ടു. അത് ടാമ്പർ പ്രൂഫ് സീലിംഗ് ആണ്, മെറ്റലിൻ്റെ അടപ്പാണ്. കാരണം അതിനകത്ത് പ്രഷർ വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോപ്പ് ചെയ്യും. പിന്നെ അത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അപ്പം സൊല്യൂഷൻസ് ഉണ്ട്. അത് ഇപ്പം എന്താണ്, ബിവറേജ് ബോട്ടിൽസ് നോക്കുക. ഇപ്പോൾ ബിവറേജ് ബോട്ടിൽസ് എല്ലാം ഇപ്പം പിൽഫർ പ്രൂഫായിട്ട് ഇറക്കിയിട്ടുണ്ട്, ബിയർ ഒഴിച്ച്. ബിയറിന് മാത്രമേ എപ്പോഴും ആക്കും. അതുകൊണ്ട് ബിയർ ബോട്ടിൽ ഇപ്പോഴും 2 രൂപയ്ക്ക് സാധനം പോകുന്നുണ്ട്. മറ്റ് ബോട്ടിൽ ഇപ്പോൾ ആർക്കും വേണ്ട. അപ്പോൾ ആക്രിക്കാർ എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം അതിനെ തിരിച്ചുകൊണ്ടിട്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കമ്പനിക്ക് അവരുടെ മാർക്കറ്റ് ഉറപ്പാക്കാൻ വേണ്ടി ഒരു പിൽഫർ പ്രൂഫ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടപ്പ് മാറി. ഇപ്പം ഒരു ഗ്ലാസ്സിൽ ഗ്രൂവ് ഇല്ല. അപ്പോൾ അതിനെ നമുക്ക് തിരിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു മോഡലായിരുന്നെങ്കിൽ ഇതിനവിടെ അവരുടെ ഫാക്ടറി തന്നെ പെട്ടി ഇതിനകത്തുള്ള കോർക്ക് കളഞ്ഞിട്ട് വേറെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. പക്ഷേ അത് ആരും മെനക്കിടുന്നില്ല. അപ്പോൾ ഇത് വേസ്റ്റ് കൂടുകയാണ്. ഈ ബോട്ടിൽസ് മുഴുവൻ ഇപ്പോൾ റോഡ് സൈഡിൽ കിടന്ന് പൊട്ടി ചെതറി ആളുകൾക്ക് അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാക്കേജിങ്ങിനകത്ത് ഒരു ലോ ആവശ്യമാണ്. അതിന് ജനങ്ങൾ കത്തിടണം നിരന്തരമായിട്ട്. നമ്മളിപ്പം ലെറ്റർ ടു എഡിറ്ററിലോ അല്ലെങ്കിൽ മാസ്സായിട്ടുള്ള പെറ്റീഷൻസോട്ടൊക്കെ നമ്മളത് പല ആൾക്കാരെ കൊണ്ടും പല സ്ഥലത്തു നിന്നിട്ട് എഴുതിയാൽ മാത്രമേ, നേരിട്ട് കമ്പനികൾക്ക് എഴുതണം. നിങ്ങളുടെ പാക്കേജിങ് ബിസ്ക്കറ്റ്, ബ്രിട്ടാനിയയുടെ ബിസ്ക്കറ്റിന് അവർക്ക് എഴുതാമല്ലോ, നിങ്ങളുടെ ബിസ്ക്കറ്റ് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷേ ഈ പാക്കറ്റ് നിങ്ങൾ തിരിച്ചെടുക്കണം എന്നുള്ളൊരു കവറിനകത്തിട്ട് അങ്ങ് അയച്ചു കൊടുത്താൽ മതി. അതൊരു 40 പേര് ചെയ്യുകയും അത് വാർത്തയാകുകയും ചെയ്യുമ്പോഴേക്ക് തിരിച്ച് ബട്ടർ പേപ്പറിൽ വരും. പഴയതുപോലെയല്ല, ബിസ്ക്കറ്റിനൊന്നും ഇപ്പം അധികം ഷെൽഫ് ലൈഫ് വേണ്ട. പണ്ട് നമ്മുടെ നാട്ടിൽ ബിസ്ക്കറ്റ് വാങ്ങിക്കുന്നപ്പോഴാണ്, ആരെങ്കിലും പനി പിടിച്ച് കിടക്കുമ്പോഴാണ് ബ്രെഡ് വാങ്ങിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ബിസ്ക്കറ്റ് ബോംബെയിൽ നിന്ന് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എത്തി ഒരാഴ്ചക്കുള്ളിൽ ബിസ്ക്കറ്റ് വിറ്റ് പോവുകയാണ്. അപ്പം ഒരാഴ്ച വരെ ഇരിക്കാനായിട്ട് വാക്സ്ഡ് പേപ്പർ ധാരാളം മതി, അല്ലെങ്കിൽ കാർഡ്ബോർഡ് പഴയ പാക്കിംഗ് മതി. അത് ഒരു മാസം വരെ ഇരിക്കും. അപ്പോൾ ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ്. അപ്പോൾ ആ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ കൺസ്യൂമേഴ്സ് ആവശ്യപ്പെടേണ്ടി വരും. ആ കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടായാൽ മാത്രമേ പാക്കേജിങ്ങിൽ മാറുള്ളൂ. ആ ഒരു പ്രഷർ മാത്രമേ ഒരു നിയമത്തിലേക്ക് പോകുള്ളൂ. അല്ലാതെ സർക്കാർ ആലോചിച്ചൊരു നിയമം കൊണ്ടുവരും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. നമ്മൾ പ്രഷറൈസ് ചെയ്താൽ മാത്രമേ പാക്കേജിങ്ങിൽ ഉണ്ടാവുകയുള്ളൂ. പറഞ്ഞല്ലോ നമ്മൾ വീട്ടിലെ പേപ്പേഴ്സ് പല വെറൈറ്റീസ് ഓഫ് പേപ്പേഴ്സ് നമ്മൾ ചുരുട്ടി കളയുന്നതിന് മടക്കി. നമുക്ക് പേപ്പർ മാത്രമല്ല, ഇപ്പം കവർ കാണും. നമ്മളൊരു മിഠായി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ കവറും ഈ പറഞ്ഞ പോലെ ഒന്നി അലുമിനിയം പോലെ ആയിരിക്കും, പ്ലാസ്റ്റിക് ആണ്. ഇത് നമുക്ക് എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, വീടിൻ്റെ പുറകു വശത്ത് ഒരു 4 ചെറിയ സഞ്ചി തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ രാകേഷിൻ്റെ വീട്ടിൽ വന്നപ്പോൾ കണ്ടിട്ട്, ഞാൻ ഇവിടെ തിരുവനന്തപുരം താമസിച്ചിരുന്നു, അപ്പോൾ ഞാൻ ഇപ്പോൾ കൊല്ലത്ത് താമസിക്കുന്നത്. ഒരു 3-4 സഞ്ചി തൂക്കിയിടും. എന്നിട്ട് ഓരോ ദിവസം പാൽ കവർ എടുക്കും, അപ്പോഴത്തന്നെ ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ട് അതിനകത്തേക്ക് വെക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോ കവറുകളും ഇതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ വരുന്നതാണെങ്കിൽ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതെല്ലാം കൂടെ പ്ലാസ്റ്റിക് കവറിലെല്ലാം കൂടെ വയ്ക്കും. പാൽ കവർ വേറെ, അതിനൊക്കെ വില കൂടുതൽ കിട്ടും. അലുമിനിയം അങ്ങനെയുള്ള സാധനങ്ങൾ വേറെ വയ്ക്കും. പേപ്പർ ചെറിയ കഷ്ണം കടലാസിലൊക്കെ ഉണ്ടാവും, അതിൽ ടൂത്ത് പേസ്റ്റിൻ്റെ കവറൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേറെ വയ്ക്കും. ഇതിങ്ങനെ ഈ സഞ്ചിക്കകത്ത് ഇങ്ങനെ തൂക്കിയിടും. അതൊരു 2-3 മാസമൊക്കെ കൂടുമ്പോഴേക്കായിരിക്കും ഈ ഓരോ സഞ്ചി നിറയുന്നത്. അപ്പോഴേക്ക് ഒന്നുകിൽ ഏതെങ്കിലും ആക്രിക്കാരൻ അതുവഴി വരുമ്പോഴേക്ക് ഇത് ഞാൻ അങ്ങനെ കൊടുക്കും, സൗജന്യമായിട്ട് കൊടുക്കും, നിങ്ങളിത് കൊണ്ടുപോയിക്കൊള്ളാം, അവരിതെല്ലാം വേർതിരിച്ച് വെച്ചിട്ടുണ്ട്, എടുത്തോളൂ എന്ന് പറയും. പിന്നെ വീട്ടിൽ പഴയ പത്രം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് കാർഡ്ബോർഡ് ഉണ്ടെങ്കിലോ 1-2 കുപ്പികളുണ്ടെങ്കിൽ അതും കൂടെ കൊടുക്കും. അപ്പോൾ അവർക്കിത് ഇക്കണോമിക്കലി ബാലൻസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ റീസൈക്ലിംഗ് വാല്യൂ കുറവാണ്, പക്ഷേ അത് ബാലൻസ് ചെയ്യുന്ന ഇതിൽ കിട്ടുന്ന മാർജിൻ അത് നമ്മൾ ഇത്തിരി സൗജന്യമായിട്ട് കൊടുത്താൽ അത് അയാൾ കൊണ്ടുപോയിട്ട് അയാളുടെ വീട്ടിൽ അരി വാങ്ങിക്കും എന്ന് നമ്മൾ കരുതിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻ ബിൽഡ് ചെയ്യണം. ആ റിലേഷൻ ബിൽഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ അതങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ പരമാവധി സാധനങ്ങൾ പോകുന്നുണ്ട്, ചില സാധനങ്ങൾ പോവില്ല, പക്ഷേ എങ്കിലും ഉള്ളതിൽ ഒരു 90-95% സാധനങ്ങളും
അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. മറ്റുള്ള സാധനം ഇപ്പോൾ ട്യൂബ്ലൈറ്റ് ഒന്നും ആരും എടുക്കുന്നില്ല, CFL ലാമ്പൊന്നും ആരും എടുക്കുന്നില്ല, സാനിറ്ററി നാപ്കിൻസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതൊക്കെ തെർമോക്കോൾ പോകുന്നില്ല. അതൊക്കെ നമുക്ക് ഇഷ്യൂ ഉണ്ടാക്കുന്ന സാധനം. പക്ഷേ ഫോർ ദ ടൈം ബീയിങ് ഇത്രയും സാധനങ്ങൾ അവർ വഴി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് ബാലരാമപുരം മുതൽ കഴക്കൂട്ടം വരെയുള്ള ആ ഒരു ഏരിയ, ആ മെയിൻ റോഡ് മാത്രമല്ല, അതിനുള്ള പാരൽ റോഡുകളും കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോയിട്ട് ആക്രി കച്ചവടക്കാരുടെ, ഈ സ്ഥിരമായിട്ട് ആക്രി കച്ചവടം ചെയ്യുന്ന ആളുകളുടെ ഒരു ഡയറക്ടറി ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെടുക്കുന്ന മെറ്റീരിയൽ വൈസിൽ. ഇപ്പോൾ ക്യാരി ബാഗ് എടുക്കുന്നവർ കവടിയാർ ആരാണ്, പേർക്കട ആരാണ്, അമ്പലത്തറയിൽ ആരാണ്, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഡയറക്ടറി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡയറക്ടറി സർവീസ് ഞങ്ങളുടെ ഓഫീസിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് പബ്ലിഷ് ചെയ്തിറക്കാൻ കാശില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടില്ല. ഫോൺ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ സ്ഥലം പറയുകയാണെങ്കിൽ എന്ത് മെറ്റീരിയലാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 3 നമ്പർ തരും. അവരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കൊണ്ട് കൊടുക്കാം. അപ്പോൾ വന്നെടുക്കണമെന്നില്ല. നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് കൊടുത്തിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ കത്തിക്കുന്നതിനേക്കാളും കത്തിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം കളയുന്നതിനേക്കാളും നല്ലത് പോകുന്ന വഴിക്ക് കിള്ളിപ്പാലത്തോ ചാലയിലോ എവിടെയെങ്കിലും കൊടുത്താലും മതി. ഇല്ലെങ്കിൽ ഇവരെ വിളിച്ച് ചോദിച്ചിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു സംവിധാനം ഇപ്പോൾ ഉണ്ട്. ആ ഡയറക്ടറി ഉടനെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മളതിന് ഉള്ള ശ്രമത്തിലാണ്. കിള്ളിപ്പാലം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വിളപ്പിശാല പറയുന്നുണ്ട് പ്രശ്നം. പക്ഷെ നമ്മൾ ഈ കിള്ളിപ്പാലം ആ റോഡ് വഴി പോകുമ്പോൾ റൈറ്റ് സൈഡില് ഫുൾ ഇതാണ് മാലിന്യമാണ്. അതെ. അപ്പൊ ഇവരെന്താണ് ചെയ്യുന്നത്? ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ റീസൈക്ലിംഗ് മാർക്കറ്റിനകത്ത്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ സാധനം, ഇതിനെ സ്ട്രീം ലൈൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. റീസൈക്ലബിൾ മെറ്റീരിയൽസ് ഉണ്ട്, അത് ഇക്കണോമിക്കലി വയബിളാണ്, അത് നേരെ റീസൈക്ലിങ്ങിന് പോകും. അങ്ങനെ പോകാത്ത സാധനങ്ങൾ അവരവിടെ തല്ലിപ്പൊട്ടിച്ചങ്ങിടും. അപ്പോൾ ഒരു സർക്കാർ ചെയ്യേണ്ടത്, എന്തായാലും നമുക്ക് നോൺ റീസൈക്കിളബിൾ ആയിട്ടുള്ള കുറേ മെറ്റീരിയൽസ് ഉണ്ട്, അതിന് ഒരു കോംപ്രമൈസ് എന്ന നിലയിൽ നമ്മളിപ്പോൾ സാനിറ്ററി ലാൻഡ് ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊരു സാനിറ്ററി ലാൻഡ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാകുന്ന മൊത്തം വേസ്റ്റിൻ്റെ ഒരു 5% താഴെ മാത്രമേ അങ്ങനെ സാനിറ്ററി ലാൻഡ് ഫില്ല് ചെയ്യേണ്ടി വരുള്ളൂ. അതിനൊരു ഫെസിലിറ്റി ഉണ്ടാക്കുകയും ഈ കളയുന്ന സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കാൻ ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും വഴി കിടക്കില്ല. ഇപ്പം കൊടുക്കുന്ന സാധനങ്ങളിൽ ഇപ്പോൾ ട്യൂബ്ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ട്യൂബ്ലൈറ്റ് തല്ലിപ്പൊട്ടിച്ച് 2 സൈഡിലുള്ള അലുമിനിയം ക്യാപ്പ് അതിനകത്തുള്ള ഫിലമെൻറ്റ് എടുത്ത് അങ്ങ് കൊണ്ടുപോകും, ബാക്കി അവിടെ കിടക്കും. പക്ഷേ ഇത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇപ്പോൾ ട്യൂബ്ലൈറ്റ് സേഫായിട്ട് റീസൈക്കിൾ ചെയ്യുന്നതിനുള്ള ടെക്നോളജി അവൈലബിൾ ആണ്. ഒരുപാട് പൈസയൊന്നും വേണ്ട അതിനൊരു സംവിധാനം ഉണ്ടാക്കാനായിട്ട്. അതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഈ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ പിടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ പോലും അത് ഓടും. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ നമ്മൾ സർക്കാരിന് അതിലേക്ക് തള്ളിയിടണമെങ്കിൽ നമ്മൾ അതിലേക്ക് കത്തുകൾ എഴുതുകയും പ്രഷറൈസ് ചെയ്യുകയും വേണം. സിമ്പിളായിട്ട് നമുക്ക് നമ്മളെ വീട്ടിൽ ഇതാണ് ചെയ്യാൻ പറ്റുക, ഓഫീസിൽ ഇത് തന്നെ ചെയ്യാൻ പറ്റും. ഓരോന്നും വെവ്വേറെ വയ്ക്കുക, ആക്രിക്കാരുമായിട്ട് ഒരു സൗഹാർദ്ദം ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മൾ കാണുന്നവരോടൊന്ന് സംസാരിച്ച് 2-3 പേരെടുത്ത് ട്രൈ ചെയ്യുമ്പോഴേ നമുക്കിത് വർക്ക് ചെയ്യുള്ളൂ. ചിലപ്പോൾ ഒരാളുണ്ടാവും, എല്ലാം വന്ന് എടുത്തു പോകുന്ന ഒരാളുണ്ടാവും. ഈയിടയ്ക്ക് പേപ്പറിലുണ്ടായിരുന്ന ഞാൻ ശാസ്ത്രമംഗല ഏരിയയിലാണ് താമസിക്കുന്നത്. അപ്പം അവിടുത്തെ MLA മുരളീധരൻ സാറാണ്. അപ്പം പുള്ളിയുടെ വീട്ടിലൊരു ഇൻസെൻട്രേറ്റർ സംതിങ് തന്നെ ചെയ്യുന്നു. എന്താണ് അതുകൊണ്ട് അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസിനറേഷൻ ബേസിക്കലി കത്തിക്കലാണ്. അപ്പൊ കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടം പിടിച്ചൊരു പണിയാണ് കത്തിക്കുക എന്ന് പറയുന്നത്. പറഞ്ഞാണ് ഭയങ്കര പൊല്യൂട്ടിങ് ആയിട്ട് സാധനം, അത് നിർത്തി വയ്ക്കുന്നതാണ്. ആരെങ്കിലും കത്തിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അണയ്ക്കാൻ പറഞ്ഞു. കാരണം അത് അവരുടെ മാത്രം പ്രശ്നമല്ല, നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പം ഇത് എന്തുകൊണ്ട് ഇത് ഗവൺമെന്റ് അറിയാവുന്ന കേസല്ലേ? അപ്പോൾ ഇതിനെ പബ്ലിസൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവര് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഗവൺമെന്റ് കമ്പനിയുടെ ആണ് എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ പേപ്പറിൽ വന്നത്. ഞാനത് ശ്രദ്ധിച്ചിരുന്നു. അത് ഞാനിപ്പം ഒരു RTI പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും തദ്ദേശ ഭരണ വകുപ്പിനും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ വിഴിഞ്ഞത്തിനടുത്ത് ഒരാൾ ഒരു ഇൻസിനേറ്റർ ഡിസൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ പത്രവാർത്ത മനോരമയിൽ വലിയ വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടിപ്പിക്കലാണ്. അപ്പം ഞാനിത് ഞാൻ RTIക്ക് ചോദിച്ചിട്ട് ഞാൻ അവർക്ക് എഴുതിയിട്ടുണ്ട് ഇതെങ്ങനെ അനുവാദം കൊടുത്തു ഇതിന്. കാരണം നമ്മുടെ നിയമം അനുസരിച്ച് അങ്ങനെയാണ് ഇൻസിനറേഷന് അത് നിയമപരമായി നിയമവിരുദ്ധമാണ്. മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് 2000 അത് പ്രകാരം മിക്സഡ് വേസ്റ്റ് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്സ് കത്തിക്കുന്നത് നിയമവിരുദ്ധമാണ്. പെർസിസ്റ്റൻ്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് കൺവെൻഷൻ ഉണ്ട്, സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഉണ്ട്, ഇന്ത്യ ഒപ്പിട്ടിട്ടുള്ള ഉടമ്പടിയുണ്ട്. അതിൽ ഡയോക്സിൻ സോഴ്സസ് എലിമിനേറ്റ് ചെയ്യണം. അപ്പം ഇൻസിനറേഷൻ പാടില്ല. സോറി. അപ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് MLA ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആരെങ്കിലും ഒന്ന് എഴുതണം. പേപ്പറും പ്ലാസ്റ്റിക്കും ഒക്കെ ഈ ബ്ലാക്ക് പിക്കേഴ്സ് ആൾക്കാരുണ്ട്. നമ്മുടെ ക്ലീനേഴ്സ് തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് അവർ തന്നെ കൊടുത്തുള്ള അവർക്ക് എന്തെങ്കിലും പൈസ കിട്ടുന്നു. പിന്നെ പോയിട്ട് മറ്റുള്ള വേസ്റ്റ് പറഞ്ഞാൽ കുറച്ച് സ്മോൾ ക്വാണ്ടിറ്റി ഉള്ളു. അതിൽ ബോട്ടിൽസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ബോട്ടിൽസ് ആണെങ്കിൽ വാങ്ങിക്കാറുള്ളത്. പിന്നെ ഈ ചെറിയ ബോട്ടിൽസും ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽസും
പിന്നെ ഉള്ളത് ഈ പറഞ്ഞില്ലേ സാനിറ്ററി നാപ്കിൻസ്, അത് പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഈ ചെരുപ്പ്, ചപ്പൽസ്, PU, പഴയ ചപ്പൽസ്, ഈ ഡോർ മാറ്റ്സ് വിത്ത് മിക്സ്ചർ ഓഫ് ടയറും റബ്ബറും പ്ലാസ്റ്റിക്കും ഒക്കെ കൂടെ ചേർത്തുള്ള ചില പ്രോഡക്ട്സ് ഇപ്പോൾ വരുന്നത്. ഇതൊക്കെ എവിടെ ഡിസ്പോസ് ചെയ്യുന്നതാണ്? ഞാൻ തിരിച്ചാണ് ചോദിക്കുക. ഇതൊരു പ്രോബ്ലം ആണെന്ന്, കാരണം സാറ് അതിൻ്റെ ചുമതല എടുത്തതുകൊണ്ടും ഉത്തരവാദിത്വം എടുത്തുകൊണ്ടും സാർ അത് ഫേസ് ചെയ്തു. ഈ സാധനങ്ങൾ തിരിച്ച് അവിടെ താമസിക്കുന്ന ആളോട് പറയുക, ഇതാണ് പ്രോബ്ലം. അപ്പോൾ അടുത്ത തവണ മൈൻഡ്ഫുൾ കൺസംഷൻ ആയിരിക്കണം. കയർ മാറ്റ് വാങ്ങിക്കുക, പരമാവധി എന്താണ് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ചപ്പലുകൾ, അല്ലെങ്കിൽ ഈ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാമോ സാർ? ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? പണ്ട് നമുക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ റബ്ബറിൻ്റെ സോളും ലെതറിൻ്റെ ടോപ്പും ഉള്ള ചെരുപ്പുകൾ കിട്ടുമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു സാധനം ഇല്ല. ബട്ടൺസ് നൈലോണാണ്. അതെ. പക്ഷെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുക എന്നുള്ളതാണ് സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അതെ 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 അതെ. പക്ഷെ അതിന് ഒരു ഇൻഡിവിജ്വൽ ആയ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിനുണ്ടാകുന്ന ഇമ്പാക്ട്, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആള് വന്ന് നോക്കി നമ്മൾ പുച്ഛിക്കല്ലാതെ അതിനൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതിനേക്കാളും നല്ല ഞാൻ ചോദിക്കുന്നത്, ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇത്രയും വിവരമുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ നമ്മൾ ഒരു ഏരിയ ഏറ്റെടുത്ത് അല്ലെങ്കിൽ അതിലൊന്ന് ചെയ്ത് കാണിച്ച് നാട്ടുകാർ കാണിച്ചു കൊടുക്കുന്നതല്ലേ സാർ അതിലൊരു? നമ്മുടെ ഒരു ഓർഗനൈസേഷൻ നിലയിൽ 1998 കോവളത്ത് ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് നമ്മൾ ആ ഇഷ്യൂ ഏറ്റെടുത്ത് പഠനം നടത്തി ഒരു സിസ്റ്റം ഉണ്ടാക്കി ഓടിച്ച് മോഡൽസ് കാണിച്ചു. അത് പിന്നെ സീറോ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ആ മോഡൽസ് പിന്നെ സർക്കാർ പല പ്രോഗ്രാമുകളിലേക്ക് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് പിന്നെ നടന്നില്ല. നമുക്ക് കേരളം മുഴുവൻ പോയി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേപ്പാൾ ഗവൺമെൻറ്റിനോടൊപ്പവും സിക്കിം ഗവൺമെൻറ്റിനോടൊപ്പമാണ്. അവർ സീറോ വേസ്റ്റ് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ട് അവർ അവരുടെ വില്ലേജ് കൗൺസിൽസ് ഉണ്ട്. വില്ലേജ് കൗൺസിൽസിൽ ഇപ്പം ഒരു വില്ലേജ് കൗൺസിൽ തെർമോക്കോൾ ബാൻ ചെയ്തിട്ടുണ്ട്. അവിടെ അവർ ചെന്ന് പറഞ്ഞാൽ അവരുടെ പഞ്ചായത്ത് പൈസ എടുത്തിട്ട് പാത്രങ്ങളും ഗ്ലാസ്സുകളും വാങ്ങിച്ചിട്ട് വിമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് കൊടുക്കുകയാണ് ആ പ്രദേശത്ത് ഉപയോഗിക്കാനായിട്ട്. അപ്പം ഈ ഡിസ്പോസിബിൾ കപ്സ് ഒഴിവാക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റ് സ്ഥലങ്ങൾ, അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പമുള്ള സ്ഥലത്ത് നമ്മളത് ചെയ്യാൻ ശ്രമിക്കും. കാരണം ഇവിടെ കുറേ കാലം ഫൈറ്റ് ചെയ്തു, നടന്നില്ല, പലതരം കാരണങ്ങളുണ്ട്. ഇനി എവിടെയെങ്കിലും ഒരിടത്ത് നടക്കട്ടെ. അപ്പോൾ നടക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ നടത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇനി ഇമ്പാക്റ്റിനെ കുറിച്ച്, ഇൻഡിവിജ്വൽ ഇമ്പാക്റ്റിനെ കുറിച്ച് ഒരു ഉദാഹരണം പറയാം. വെള്ളയമ്പലത്ത് ഇപ്പം സെൻറ്റ് മൈക്കിൾസ് ഇരിക്കുന്നതിനടുത്ത് വേറൊരു ബേക്കറിയാണ് മുമ്പുണ്ടായിരുന്നത്, പഴയ റോഡ് വൈഡനിങ്ങിന് മുന്നേ. ഞങ്ങളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ബേക്കറിയിൽ പോകും സാധനം വാങ്ങിക്കാൻ പോകണം. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് വന്ന സമയമാണ് സിറ്റിയിൽ എല്ലായിടത്തും സാധനങ്ങൾ പൊതിയാനായിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ് സാധനങ്ങൾ ഓർഡർ ചെയ്യും. അപ്പോൾ ഇയാൾ എടുത്ത് വയ്ക്കുമ്പോഴേക്ക് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുമ്പോൾ നമ്മൾ പറയും, ചേട്ടാ ബട്ടർ പേപ്പർ എടുക്കുക. ഇത് ബട്ടർ പേപ്പറാണ്. ചേട്ടാ ഇത് പ്ലാസ്റ്റിക്കാണ്, ഇത് വിഷമാണ്. അല്ല ഇതാണ് ബട്ടർ പേപ്പർ. നമ്മൾ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരും. ഇത് ഒരാളല്ല, ഇത് പ്ലാൻ ചെയ്തിട്ട് ഒരു 6-7 പേരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചു. ഇതിൻ്റെ കൂടെ ഒരു നാടകീയമായ ഡയലോഗ് ഉണ്ടാവും, ഈ വിഷം ചെന്നിട്ട് വേണം കുഞ്ഞ് ഇല്ലാതായി പോകാൻ. അപ്പോൾ ആരെങ്കിലും ഒരു കുറച്ച് തൊലിക്കട്ടി വേണം അങ്ങനെ പറയാനായിട്ട് ആദ്യം പുച്ഛിക്കും. പച്ചക്കറി കടയിൽ അടക്കം നമ്മളത് ചെയ്തിട്ടുണ്ട്. പേപ്പറിൽ പൊഞ്ഞിക്കുന്നത് കവറിൽ വേണ്ടെന്ന് പറയും. അപ്പോൾ പേപ്പറില്ല. അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തവണ നമ്മൾ പോകുമ്പോൾ പാത്രം ഇട്ട് ചെല്ലും, സ്റ്റീൽ പാത്രം കൊണ്ടുപോയിട്ട് ലഡ്ഡു വാങ്ങിക്കുക. അപ്പോൾ എല്ലാവരും നോക്കും. എല്ലാവരും നോക്കുക എന്ന് പറയുന്നത് അതൊരു പോയിൻ്റ് ഓഫ് ഇൻ്റർവെൻഷനാണ്. നമുക്കവിടെ സംസാരിക്കാം. എന്താ തൂക്കുപാത്രത്തിൽ? ഇപ്പോൾ ഞാനിവിടെ താമസിച്ചിരുന്ന സമയത്ത്, തിരുവനന്തപുരത്ത് താമസിക്കുന്ന സമയത്ത് മീൻ വാങ്ങിക്കാൻ പോകുന്നത് തൂക്കുപാത്രമാണ്, പേരക്കട മാർക്കറ്റിലാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ചെല്ലുമ്പോൾ അവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം, തൂക്കുപാത്രം കൊണ്ടുവരുന്ന സാർ. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചെന്നറിയാമോ, ഞാൻ ഇവിടെ 3 വർഷം താമസിച്ചു. എന്നെപ്പോലെ വേറെ 2 പേര് അവിടെ വരുന്നുണ്ട് തൂക്കുപാത്രം കൊണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ ഈ ചെയ്യുന്നത് ഓർഗനൈസ്ഡ് ആയിട്ട്. ഇപ്പോൾ 4 പേര് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ പഠിച്ചത് എവിടെ നിന്നറിയാമോ? നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അങ്ങേര് എല്ലാ ദിവസവും ഇങ്ങനെ പത്രം നോക്കിയിട്ട് ഈ സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെ അവരെ വിളിച്ചിട്ട് വില പറയും, ഒരു വില പറയും. എന്നിട്ട് ഞങ്ങളടുത്ത് പറയും, നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കണം കുറച്ച് കഴിഞ്ഞിട്ട്, എന്നിട്ട് ഈ വില പറയണമെന്ന് പറയും. കാരണം ഇയാൾ പറഞ്ഞതിനേക്കാളും താഴ്ന്ന വില. അപ്പോൾ ഞങ്ങളൊരു 4 പേരെ ഇങ്ങനെ വിളിച്ചിട്ട് ഈ വില പറയും. അപ്പോൾ ഇത് ഇയാൾക്ക് തന്നെ കിട്ടും. ഇത് ഈ മാർക്കറ്റ് ഡിമാൻഡ് ബിൽഡ് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇതൊരു വശത്ത് നടക്കണം. ഇത് ആരെങ്കിലുമൊക്കെ ചെയ്താലേ പറ്റുള്ളൂ. അതൊരു ഡ്രാമയാണ്. ആ ഡ്രാമ നമ്മൾ ബോധപൂർവം
നമ്മൾ ഇത്തിരി ധൈര്യപൂർവ്വം ചെയ്യുകയാണെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. ആ ഇമ്പാക്റ്റ് ഉണ്ടാകും ചിലപ്പോൾ ഒരാൾ പോയിട്ട് അയാളുടെ സ്കൂളിൽ ചെയ്തിട്ടായിരിക്കും ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പറ്റും. പക്ഷേ മറിച്ച് ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനായിട്ട് അത് ഒരുമിച്ച് ആൾ വന്നാലേ പറ്റുള്ളൂ. ഇന്ന് കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഞങ്ങൾ മുമ്പ് ഈ പണി ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് കാർഡിൽ എഴുതിയിട്ടാണ് ആളെ കൂട്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ഒരു SMS കാര്യം നടക്കും. അത് ചെയ്യാൻ ആരെങ്കിലും ലീഡർഷിപ്പ് എടുക്കാനുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. പക്ഷെ തണൽ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ചെയ്യാനായിട്ട് ഒരുപാട് പരിമിതികളുണ്ട്. ഈ പ്ലാസ്റ്റിക്കിന്റെ നമ്മൾ 3-4 കവറാക്കിയിട്ട് ഓരോന്ന് മാറ്റി മാറ്റിയിരുന്നത് ഞാൻ എന്റെ വീട്ടിലും ചെയ്തിട്ടുള്ളതാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തോളം ആ ഒരു പ്രക്രിയ പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ നാട് വിട്ടിട്ട് കുറച്ച് വേറെ സ്ഥലത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ സിസ്റ്റം കംപ്ലീറ്റ്ലി പോയി. എന്ന് പറഞ്ഞാൽ ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ആരെങ്കിലും പുഷ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം എന്റെ വീട്ടിലെ കാര്യമാണ്, വേറൊന്നും എന്റെ വീട്ടിൽ എന്റെ അമ്മ കുറെ ബഹളം ഉണ്ടാക്കിയിട്ട് അതൊക്കെ ചെയ്ത് തുടങ്ങിയെങ്കിൽ പോലും അത് എന്റെ വീട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നെങ്കിൽ, ഒരു വർഷം നടന്നൊരു വീടായി അമ്മ കണ്ടിന്യൂ പോകുന്നെങ്കിൽ ഒരാൾ അവിടെ നിന്ന് പുഷ് ചെയ്തിരുന്നാലേ നടക്കത്തുള്ളൂ. താങ്കളുടെ നല്ലൊരു കാര്യമാണ്. ഞാനും ഇത് ഫോളോ ചെയ്യാറുണ്ട്. ബ്രെഡ് വാങ്ങാനായിട്ട് കടയിൽ പോകുമ്പോഴേക്കും പല സ്ഥലത്തും ബ്രെഡ് വിൽക്കുന്നത് മൈദ മാവിലാണ്. ഗോതമ്പിൽ ആക്ച്വൽ 100% പ്യൂർ ഇല്ല. അത് ചില കടകളിൽ മാത്രം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കടകളിൽ പോയി മലപ്പുറം ചോദിക്കും ഗോതമ്പിൻ്റെ ബ്രെഡ് ഉണ്ടോ. അപ്പോൾ പിന്നെയും പോയി ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും കടയിൽ ചോദിക്കും. അപ്പോൾ അവർ ആ പ്രോഡക്റ്റ് എടുത്ത് വായിക്കാൻ വേണ്ടി ഇവിടെ തിരുവനന്തപുരത്ത് 2-3 കടകളിൽ മാത്രമേ ഗോതമ്പിൻ്റെ ബ്രെഡ് വിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഈ മാർക്കറ്റിംഗ് ഇവര് കടകളാണ് തീരുമാനിക്കേണ്ടത്. അതേപോലെ നിയമം, എന്റെ അഭിപ്രായത്തിൽ ഗവൺമെന്റിനെ വെച്ച് നമ്മൾ കുറെ പേര് ഒരു സമരത്തിന് പോകണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ ടാക്സ് കൂട്ടണം. ഇപ്പൊ ടാക്സ് ഇമ്പോർട്ടന്റ് ഫാക്ടർ. ഇപ്പൊ സപ്പോസ് ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടാക്കാനായിട്ട് ഒരു 1 രൂപയാണ് വരുന്നതെങ്കിൽ അതിന് ഈ ആന്റണി ലിക്കറിന് 100% ടാക്സ് കൂട്ടിയത് നമുക്കറിയാം. അതേപോലെ ഇതിനൊരു ഹെവി ടാക്സ് ഇടുമ്പോഴേക്കും ആൾക്കാർ പോക്കറ്റ്, ഞാൻ പോക്കറ്റിലിട്ടാണ് കൊണ്ട് നടക്കുന്നത് പ്ലാസ്റ്റിക് കവർ. എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ എന്റെ കുടയിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതെടുക്കുന്നു, വാങ്ങുന്നു, വീണ്ടും റീയൂസ് ചെയ്യുന്നു. അത്തരത്തിൽ കാരണം ഇത് വളരെ കൺവീനിയന്റ് ആണല്ലോ. അതുകൊണ്ട് അപ്പൊ ഇതിന് ഹെവി ടാക്സ് വരുമ്പോഴേക്കും ഇത് കിടന്ന് ഇതേപോലെ വേസ്റ്റ് ആയിട്ട് ആരും ഇടത്തില്ല. കോസ്റ്റ്ലി ആകുമ്പോഴേക്കും അത് സൂക്ഷിക്കണം. അപ്പൊ അങ്ങനെ ഒരു തരത്തിൽ ഇത് റീസൈക്കിൾ ചെയ്യുന്നത്, വീണ്ടും വീണ്ടും റീസൈക്കിൾ ചെയ്യുന്നത്, പ്രൊഡക്ഷൻ കുറവാകും, മാർക്കറ്റിംഗ് ചിലപ്പോൾ നഷ്ടം വരികയാണെങ്കിൽ കമ്പനി തന്നെ പൂട്ടാൻ സാധ്യത. പക്ഷെ നമുക്ക് പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് വെറുതെ 1-2 പേര് ഇങ്ങനെ കിടന്ന് നമ്മൾ അവയർനെസ് പ്രോഗ്രാം ഉണ്ടാക്കിയിട്ട് ഈ ജനങ്ങൾ മാറത്തില്ല. അപ്പോൾ അതിൽ തിരിച്ചു വന്ന് അതിലേക്ക് പറയുകയാണെങ്കിൽ ഈ പ്രശ്നം എല്ലായിടത്തും. കാരണം ഒരു ബിഹേവിയറൽ ചേഞ്ച്, ഒരു ക്വാളിറ്റേറ്റീവ് ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാണെങ്കിൽ 3 വർഷത്തെ മിനിമം 3 വർഷത്തെ കണ്ടിന്യൂഡ് ക്യാമ്പയിൻ ഉണ്ടാവണം. അതാണ് എൻ്റെ തിയറി. പ്രാക്ടിക്കലി അതാണ് നടക്കുക. ഇത് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് പ്രപ്പോസൽസ് തിരുവനന്തപുരം കോർപ്പറേഷനോട് നമ്മൾ സംസാരിച്ചതാണ്. അതിൽ ഏറ്റവും നല്ല വഴി എന്ന് വെച്ചാൽ കുടുംബശ്രീ പ്രവർത്തകരെ ഉപയോഗിക്കുക. അവർ വരേണ്ടത് വേസ്റ്റ് എടുക്കാനല്ല, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നടത്തുന്ന കമ്പോസ്റ്റിംഗ് ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, നിങ്ങൾ സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ശരിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ, നിങ്ങളവിടെ കൃത്യമായിട്ട് ആൾ വന്നില്ലെങ്കിൽ ആ ആളിനെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്ത് എടുപ്പിക്കാൻ. അപ്പം അത്തരത്തിലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന, എൻവയോൺമെൻറ്റൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളായിട്ട് അവരെ മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ തയ്യാറാക്കണം. അവർക്ക് അതിനുള്ള പരിശീലനം കൊടുക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ലീഡർഷിപ്പ് സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ ഡോർ ടു ഡോർ പോയിട്ട് കത്തിക്കരുതെന്ന് പറയാനുള്ള, അപ്പോൾ ആ ലെവലിലേക്ക് വളർത്തിയെടുക്കാൻ നമ്മൾ പലതവണ പറഞ്ഞിട്ട് അന്നൊന്നും നടന്നില്ല. ഇപ്പോൾ ഞാൻ കേൾക്കുന്നത് അവർ അത്തരത്തിലൊരു സാധനം തുടങ്ങുകയാണ്. അപ്പം ഈ പൈപ്പ് കമ്പോസ്റ്റിംഗ് തുടങ്ങുമ്പോഴാണ് അവർക്ക് അതാണ് ഞാൻ പറഞ്ഞത് അത് അവർ ആ ഫുൾ ലെവലിലേക്ക്, അതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇത് ചെയ്യണം, ഇതാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അത് ചെയ്യാനായിട്ട് അവർ തയ്യാറാകുന്നില്ല എന്നുള്ളിടത്താണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഞങ്ങളിപ്പം ട്രൈ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ കുറച്ച് ഫണ്ട് റേസിങ് ശ്രമിക്കുന്നുണ്ട്. വളരെ പാവപ്പെട്ട സ്ത്രീകളുണ്ട്, ഈ അർബൻ പൂർ ആയിട്ടുള്ള, അതിൽ കുറച്ചുപേരെ തിരഞ്ഞുപിടിച്ചിട്ട് അവരെ ഇതിന് വേണ്ടിയിട്ട് പരിശീലിപ്പിച്ചിട്ട്, പ്രത്യേകിച്ച് റെസിഡൻസ് അസോസിയേഷനുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇവരുടെ സർവീസ് കൊടുക്കുക. അപ്പോൾ ഇവരവിടെ പോയിട്ട് ഈ കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ഈ ഉണ്ടാക്കിയ ഡയറക്ടറിയും ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പോൾ ഇവർ സർവീസ് പ്രൊവൈഡേഴ്സായിട്ട് ഈ കാര്യങ്ങൾ കാരണം ഇത് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പോകുമ്പോൾ ഇത് സിസ്റ്റത്തിൻ്റെ ഭാഗമാകും. ഞാൻ പറഞ്ഞു 30 വർഷങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു ശീലമാണ്. അപ്പോൾ ഒരു മിനിമം 3 വർഷമെങ്കിലും നമ്മൾ അതിനകത്തൂടെ ട്രാക്കിനകത്തൂടെ കൈ പിടിച്ച് നടത്തിച്ചാൽ മാത്രമേ അതങ്ങ് ശീലമാവുള്ളൂ. അതാണ് നമ്മുടെ മുമ്പിലുള്ള സൊല്യൂഷൻ. ആ കൈപിടിച്ച് നടത്തിക്കാനാണ് എനിക്ക് ഇവരെ വേണ്ടത്. കാരണം ഇവരാണ് ദ ബെസ്റ്റ് ആൾക്കാർ, ഇവരാണ്. കാരണം നമുക്കും സമയം ഉണ്ടാവില്ല. വന്നിട്ട് അയ്യോ സാറേ എന്തോ ഇതിങ്ങനെ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്കും ഇതുണ്ടാവും, നമുക്ക് ചെയ്യാം. അല്ലാതെ നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുന്ന ലാംഗ്വേജ് അല്ല. ഇതൊരു എന്താണ് ഇൻക്ലൂസീവായിട്ടൊരു കാര്യം ഉണ്ടാണ്. അത് ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഞാൻ പലരെ കൊണ്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലരൊക്കെ വളരെ നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്. ഈ പൈപ്പ് കമ്പോസ്റ്റിംഗ് വെച്ചാൽ പല സ്ഥലങ്ങളിലും പ്രശ്നമാണ്. കൊണ്ടുവച്ചിട്ട് പോയി ഇവർ വന്ന് നോക്കുന്നുണ്ട്, ഇവർക്ക് അറിഞ്ഞുകൂടാ.
അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ശ്രീകുമാർ എന്നെ വിളിച്ചു. അത് എന്തുകൊണ്ടാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ എൻ്റെ കാരണം മുഴുവൻ പറഞ്ഞു കൊടുത്തു. മാനുവൽ എഴുതാൻ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ എനക്കൊന്നുമില്ല, പുള്ളി അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ല, ഈ സൊല്യൂഷൻ ഇതൊക്കെയാണ് സൊല്യൂഷൻ. പക്ഷേ ഇതാണ് സൊല്യൂഷൻ എന്ന് നമ്മൾ പഞ്ചതന്ത്രം കഥയിൽ മറ്റേ ആടിനെ പട്ടിയാക്കിയതുപോലെ തന്നെ അതേ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് നമ്മൾ 10 പേര് 10 സ്ഥലത്ത് നിന്ന് ഒരേ കാര്യം പറയുമ്പോൾ ഇത് ചിലപ്പോൾ എടുത്തുന്നിരിക്കും. ഇത് തണൽ ഇപ്പം പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് തണൽ ഇപ്പം പ്രതിസ്ഥാനത്താണ്. കാരണം അവരെ സംബന്ധിച്ച് ഞങ്ങളാണ് ഈ വിളപ്പിൽശാല വിഷയം വലുതാക്കിയത്. എന്തുകൊണ്ടൊരു തെറ്റിദ്ധാരണ, ഞങ്ങളൊന്നുമല്ല സമരം ചെയ്തത്. പക്ഷേ നമ്മൾ കാര്യം ആദ്യം മുതലേ പറഞ്ഞു, 98 മുതൽ അവരുടെ അടുത്ത് പറയുന്നുണ്ട് പറ്റില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞേക്ക് സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത് വെച്ചാൽ തണൽ, കാരണം മാത്രമല്ല പഞ്ചായത്തിന് വേണ്ടി സംസാരിക്കാൻ പോയത് ഞങ്ങളുമായിരുന്നു. അതുകൊണ്ട് നമ്മളുടെ അടുത്ത് ഒന്നിനും കൺസൾട്ട് ചെയ്യില്ല, വരില്ല. നമ്മളൊന്നും വേണ്ട വേറെ ആരെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ വേറെ ആരെങ്കിലും അവർ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇത് പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു പത്രക്കാരനുണ്ട്, ഞാൻ അയാളെ പറഞ്ഞ് പഠിപ്പിച്ചു കുറേ കാലം. വേറൊരാൾ പോലെ വന്ന് അയാളെയും കുറേ കാലം പറഞ്ഞ് പഠിപ്പിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു അവിടെ പോയിട്ട് തണലെന്ന് പേര് പറയരുത് ദയവ് ചെയ്ത്, നിങ്ങളുടെ അഭിപ്രായമായിട്ട് പറയുക. കാരണം തണലിനകത്ത് ക്രെഡിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, കാര്യം നടക്കണം. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് പേര് ഇതിൻ്റെ ഈ പ്രോസസ്സ് ഒന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ച് പേര് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ആകാം. ഇത് എളുപ്പ വഴിയെന്ന് പറഞ്ഞാൽ ഈ ലെറ്റർ ടു എഡിറ്റർ ഉണ്ടല്ലോ, അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫോറമാണ്. അതറിയാം നിങ്ങൾക്ക്. PRDക്കകത്ത് ഒരു ഡിവിഷൻ തന്നെയുണ്ട്. അവരുടെ ജോലി ഓരോ ദിവസവും ഈ പ്രതികരണങ്ങൾ ഇത് മുഴുവൻ വെട്ടിയെടുത്തിട്ട് അത് ഫയൽ ചെയ്ത് കൺസേൺഡ് മിനിസ്റ്ററിന് കൊടുക്കുക എന്നുള്ളതാണ്. ഒരേ വിഷയത്തിൽ ഒരു 6-7 പരാതികൾ വരുമ്പോഴേക്ക് ഇത് സ്വാഭാവികമായിട്ടും ഇത് പ്രയോറിറ്റി മുകളിൽ വരും. ന്യൂസ് പേപ്പറിൽ വരണം, പബ്ലിഷ് ചെയ്ത്. മനോരമയിലുണ്ട്, ഉണ്ട്. നമ്മൾ അയച്ചു കഴിഞ്ഞാൽ നമ്മളൊരു 10 എണ്ണം വന്നു കഴിഞ്ഞാൽ അവരുടെ തുടങ്ങാം, കോളം തുടങ്ങാം. മാതൃഭൂമിയുണ്ട്, മനോരമയിലുണ്ട്, ഇപ്പോൾ മെട്രോ മനോരമയിലുണ്ട്. ഇതെല്ലാം ഇത് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ജേർണലിസം അധ്യാപകനാണ് പറഞ്ഞു തന്നത്. കാരണം അദ്ദേഹം PRDയിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. അപ്പോൾ അവർ വെച്ച് ഞങ്ങളൊരു പ്രധാന ജോലി ഓരോ ആളിനും ഓരോ വിഷയം കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അപ്പോഴത്തന്നെ വാർത്തകൾ ഇതുപോലെ ലെറ്റർ ടു എഡിറ്റർ അത് മാത്രമായിട്ട് അതുകൊണ്ട് ലെറ്റർ ടു എഡിറ്റർ എഴുതാനായിട്ട് നമ്മൾ കുറേ പഠിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെ എഴുതണം എന്നുള്ളതിനെക്കുറിച്ച്. വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് ഒരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ട്, കുറ്റപ്പെടുത്താതെ സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും, കാരണം ഒരു 10 എണ്ണം കിട്ടുമ്പോൾ 10 സ്ഥലത്ത് നിന്ന് 10 പത്രങ്ങളിൽ നിന്നായിട്ടൊരു സാധനം വരുമ്പോൾ അത് തീർച്ചയായിട്ടും അവരെടുക്കും. കാരണം അത് ജെനുവിനാണത്. അതൊരു സ്ട്രോങ് ക്യാമ്പയിൻ ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എനിക്ക് പറയാനുള്ളത്, ഈ 30 കൊല്ലം മുമ്പേ ഇവിടെ ക്ലീൻ സിറ്റി ആയിരുന്നു, തിരുവനന്തപുരത്ത് മാലിന്യ പ്രശ്നങ്ങളില്ലായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ സുമൻ രാജിപ്പോണ്ട് വലിയതുറ സീവേജ് ഫാമില് പണ്ട് തിരുവനന്തപുരം നഗരത്തിലെ നല്ലൊരു ശതമാനം 90% എൻ്റെ അറിവിൽ സീവേജ് അവിടെ വേസ്റ്റ് എത്തിക്കൊണ്ടിരുന്നു. കോർപ്പറേഷൻ്റെ ചവറും കൊണ്ട് രണ്ടും കൂടെ കമ്പോസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അവിടെ ശുചിത്വമായിരുന്നു. ഇപ്പം സുമൻ രാജിനറിയാം അവിടത്തേക്ക് എത്ര ക്വാണ്ടിറ്റി ഈ സീവേജ് വേസ്റ്റ് അവിടെ എത്തുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ജനസംഖ്യ കൂടി, ഫ്ലാറ്റുകളുടെ എണ്ണം കൂടി, വീടുകളുടെ എണ്ണം കൂടി, ഈ സീവേജ് വേസ്റ്റ് അവിടെ പോകുന്നു. ഒരു കാര്യം ഞാൻ പറയുന്നത്, അവര് ഡയറക്റ്റ് ആയിട്ട് പാർവതി പുത്തനാറിലോട്ട് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഹൈക്കോടതി ഇടപെട്ട് ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് അവിടെ വേണമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിനെ ഡൈല്യൂട്ട് ചെയ്യണം ഈ ലെവൽ. കാര്യം ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈക്കോളി വൈറസ് ഉള്ളത് പാർവതി പുത്തനാറിലാണ്, ഈ സ്പോട്ടിലാണ്. അപ്പം ഇത് മാത്രമല്ല, അവിടെ ഗവൺമെന്റ് ഒരു ഇത് വേണമെന്ന് പറഞ്ഞു, റീസൈക്ലിംഗ് യൂണിറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് കോർപ്പറേഷൻ അവിടെ സാധനം തുടങ്ങിയിട്ടുണ്ട്. അവർ തുടങ്ങിയത് വേറൊന്നുമല്ല, ഒരു യൂണിറ്റും ഇല്ല. ഗ്രൗണ്ട് വാട്ടർ പമ്പ് ചെയ്ത് കയറ്റി ഇതിനെ ഡൈല്യൂട്ട് ചെയ്ത് വീണ്ടും പാർവതി പുത്തനാറിൽ ഒരു പ്രോസസ്സും ഇല്ല, നമുക്ക് അറിയാം. നമ്മളിപ്പോൾ ചിലക്കാലം വലിയ പ്രശ്നമാണ്, പക്ഷെ ഇത് ആർക്കും അറിയില്ല. അതുപോലെ ഇത് ചെയ്തിരിക്കുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിച്ചത്. ഈ ലോവർ സ്ട്രാറ്റയിലുള്ള ആളുകൾ ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ അതിന്റെ കൂടെ തന്നെ ഒരു റീസൈക്ലിംഗ് യൂണിറ്റോ അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ് യൂണിറ്റോ വരുമ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ തണലോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് മുൻകൂട്ടി കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർ പറയുന്നത് അവിടെ വേപ്പ് മരം വെച്ച് പിടിപ്പിച്ചാൽ അവിടെ നിന്ന് വരുന്ന സ്മെല്ല് കുറയും, ഇതൊക്കെ പ്രാക്ടിക്കൽ ആണോ? ഞാൻ ഇതിനൊന്ന് ആൻസർ ചെയ്തോട്ടെ. ഇതിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ ആദ്യം മുതൽ ഈ അതോറിറ്റിയോട് നമ്മൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ദയവ് ചെയ്ത് സെൻട്രലൈസ്ഡ് സ്യൂവേജ് സിസ്റ്റം തിരുവനന്തപുരം നഗരത്തിന് നിങ്ങൾ ആലോചിക്കരുത്. ഇത്രയും അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ളൊരു നഗരത്തിൽ നിങ്ങൾക്ക് ഈ പൈപ്പ് എല്ലായിടത്തും എത്തിക്കാൻ പറ്റില്ല, അതൊരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. ഇത് കൊണ്ടുപോയി സെൻട്രലി കൈകാര്യം ചെയ്യാനായിട്ട്, കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശം എന്ന് പറഞ്ഞാൽ തെക്കൻ കേരളത്തിലെ കടലോര പ്രദേശങ്ങൾ, ഏറ്റവും കൂടുതൽ ഡെൻസിറ്റിയുള്ള സ്ഥലം, അവിടെ ഒന്നും കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. അന്ന് രാജാവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ലിമിറ്റഡ് പോപ്പുലേഷൻ ഒരു സിസ്റ്റം ഉണ്ടാക്കി, അത് നല്ലൊരു സിസ്റ്റമായിരുന്നു. കാരണം അതിന് ആർട്ടിഫിഷ്യൽ വെറ്റ്ലാൻഡ് സിസ്റ്റം എന്നാണ് അതിനെ പറയുക. അതാണ് ഇന്ന് നിലവിലെ ഏറ്റവും മികച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ കാലം മാറി, പോപ്പുലേഷൻ മാറി. പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം, ആളുകൾക്ക് ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഫ്ലാറ്റുകളിൽ തന്നെയാണെങ്കിലും ഹോട്ടലുകളിൽ തന്നെയാണെങ്കിലും
അവർ കാശ് കൊടുത്തിട്ട് മറ്റേ ലോറിയിൽ വന്നിട്ട് അവർ പമ്പ് ചെയ്തെടുത്ത് കൊണ്ടുപോകാനുള്ള പൈസ അവർക്കുണ്ട്. എവിടെയെങ്കിലും കൊണ്ട് കളയാനാണ് പൈസ കൊടുക്കുന്നത്, ഒരുപാട് പൈസ കൊടുക്കുന്നുണ്ട്. അത്രയും കാശ് വേണ്ട. പമ്പ് ചെയ്യാനുള്ള കാശ് അവർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഇതിനെടുത്ത് ഒരു സിസ്റ്റത്തിനകത്ത് ഒരു ലോക്കൽ ഏരിയയിൽ മതി. അത് ഞാൻ കണ്ടിട്ടുള്ള നല്ല സിസ്റ്റംസ് ഉണ്ട്. ബയോഗ്യാസ് തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആ വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള ചെറിയ യൂണിറ്റ് ഉണ്ടാക്കാം. അപ്പോൾ സിറ്റിയുടെ പല ഭാഗത്തായിട്ട് ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ അതിനെ നമുക്ക് ഈ ഗ്രേ വാട്ടറും അതുപോലെ തന്നെ ബ്ലാക്ക് വാട്ടറും പ്യൂരിഫൈ ചെയ്യുന്ന വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ചെറിയ യൂണിറ്റുകളാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇതിവിടെ നിന്നുണ്ടെന്ന് അവിടെ ഈ അതിനകത്തേക്ക് പമ്പ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ അത് പ്യൂരിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളത്തിനെ നമുക്ക് തിരിച്ച് നമ്മുടെ കനാലുകൾ വിട്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം അത് അത്ര ആ ലെവലിലേക്ക് എടുക്കാനുള്ള ടെക്നോളജി ഇന്ന് അവൈലബിൾ ആണ്. ഇതിന് വേണ്ടത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഇത് നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒടുവിൽ ആലപ്പുഴയിൽ എന്തോ ചെയ്യുന്നു എന്ന് പറയുന്നതല്ല, ഇതുവരെ എങ്ങും തുടങ്ങിയിട്ടില്ല. അവരും പിന്നെ വേറെ എന്തോ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ആലോചിക്കുന്നത്. അതാണ് പ്രശ്നം. ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം സോൾവ് ചെയ്യാൻ പറയുമ്പോൾ തൂമ്പ കൊണ്ട് എടുക്കേണ്ടത് നമ്മൾ JCB വിളിച്ചെടുക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് അതിനുള്ള സൊല്യൂഷൻ. തിരുവനന്തപുരത്ത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിവേജ് സിസ്റ്റം വർക്ക് ചെയ്യില്ല, അത് ഉറപ്പാണ്. ഇവിടെ ഇനി വേണ്ടത് തിരുവനന്തപുരത്തിൻ്റെ ഔട്ടർ സ്ഥലങ്ങളിൽ, അധികം ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിൽ വേണമെങ്കിൽ ഈ ഗ്രൗണ്ട് വാട്ടറിൽ മറ്റുള്ള ആളുകളുടെ ഗ്രൗണ്ട് വാട്ടറുമായിട്ട് കണക്റ്റഡ് അല്ലാത്ത പ്രദേശങ്ങൾ, അങ്ങോട്ട് കടലിലേക്ക് സ്ലോപ്പുള്ള സ്ഥലങ്ങളിൽ ഇത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഗുണമെന്ന് പറഞ്ഞാൽ അത്രയും വെള്ളം നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അതിൽ നിന്നുള്ള സ്ലഡ്ജ് നമുക്ക് പലതരത്തിൽ നമുക്ക് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിനുള്ള സംവിധാനം നിന്ന് നടക്കുകയും ചെയ്യും. ആളുകൾ അതിനകത്ത് പൈസ കൊടുക്കാൻ ആർക്കും ഒരു മടിയും ഉണ്ടാവില്ല. അഥവാ ഇനി പൈസ ഇല്ലെങ്കിൽ അതിന് സബ്സിഡൈസ് ചെയ്യാനും വഴിയുണ്ട്. ഇത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ഇതാണ് ചെയ്യേണ്ടതും. പക്ഷേ അത് ചെയ്യാൻ എന്തുകൊണ്ടോ ഇവർക്ക് താല്പര്യമില്ല. ഈ ലാർജ് സ്കെയിലാകുമ്പോഴേക്ക് നമുക്ക് ഒരുപാട് ഇടപാടുകൾ അറിയാമല്ലോ. നാട്ടു നടപ്പ് അല്ലെങ്കിൽ നമ്മൾ നടപ്പ് ദീനം എന്ന് പറയുന്നത് ഇപ്പം 10% മുതൽ 20% വരെയാണ്. അപ്പം ഇപ്പം ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സൈറ്റിൽ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി മുനിസിപ്പൽ മാനേജ്മെൻറ്റ് വേസ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റിൻ്റെ കുറേ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ പ്രൊഡ്യൂസർ തന്നെ ആ ഐറ്റം യൂസ്ഡ് ആഫ്റ്റർ യൂസിൽ അത് തിരികെ ഇടണമെന്നുണ്ട്. അത് ആരും അവെയറല്ല, അത് ആരും പരിഗണിക്കുന്നില്ല, അത് നടപ്പിലാക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ CFL ലാമ്പ്, അത് ഒരു CFL ലാമ്പിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു മാനുഫാക്ചറർ അത് തിരികെ എടുക്കണം. കാരണം അതിനെ മുഴുവൻ വായിച്ച് ഇംഗ്ലീഷിലായതുകൊണ്ട് എനിക്ക് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കാനുള്ള കഴിവെനിക്കില്ല. അതുകൊണ്ട് ആ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സൈറ്റിൽ ഈ മുനിസിപ്പൽ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി കുറേ ലിങ്കുകളുണ്ട്, അത് പഠിക്കണം. അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, അതിനകത്തൊരു ചെറിയ തിരുത്തുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള വേസ്റ്റ് നിയമമുണ്ട്. ആ വേസ്റ്റ് നിയമത്തിനകത്ത് നമ്മുടെ CFL ലാമ്പുകളും അത്തരത്തിലുള്ള എല്ലാ ഫ്ലൂറസെൻ്റ് ലാമ്പുകളും ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഈ വേസ്റ്റിനകത്ത് വരുന്നില്ല. ഗ്ലോബലി വേസ്റ്റ് എന്ന് പറയുമ്പോഴേക്ക് ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഒരു ടോയ് ആണെങ്കിൽ കൂടിയും അത് വേസ്റ്റിനകത്ത് വരും, വേസ്റ്റായിട്ട് ഡിസ്കാർഡ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ നമ്മളവിടെ എന്തുകൊണ്ടോ CFL ലാമ്പുകളും അങ്ങനെ കുറേ സാധനങ്ങൾ അതിനകത്ത് വന്നിട്ടില്ല, പിക്ചർ ട്യൂബുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ അതിനവർ ഹസാഡസ് വേസ്റ്റ് എന്നൊരു കാറ്റഗറിയിലാക്കി വെച്ചിട്ടുണ്ട്. ആ ഹസാഡസ് വേസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നതിനുള്ളൊരു പ്രോട്ടോക്കോളും ഒരു നിയമവും ഉടനെ വരുന്നു എന്നാണ് അറിഞ്ഞത്. ഇപ്പം നിലവിൽ തിരിച്ചെടുക്കാനുള്ള നിയമം ഇല്ല. ഇലക്ട്രോണിക് വേസ്റ്റ് മാത്രം തിരിച്ചെടുക്കാനുള്ളൊരു നിയമം ഉണ്ട്. അതിന് ഒരു സംവിധാനം ഉണ്ടാക്കി വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിലൊക്കെ അത് വരുന്നുണ്ടെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവർ കൊണ്ടുപോയി അതിനെ ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിസ്പോസൽ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള സംവിധാനം ഇപ്പോഴില്ല. ഈ പറഞ്ഞ ട്യൂബ്ലൈറ്റുകളും സാധനങ്ങളും തിരിച്ചെടുക്കാനായിട്ട് നമുക്ക് ആവശ്യപ്പെടാൻ പറ്റും. കാരണം അത് പലപ്പോഴും പറ്റുമെന്ന് വെച്ചാൽ, പറ്റുമെങ്കിൽ ഈ വെളിയിലൊക്കെ ജീവിച്ചിട്ട് വരുന്ന ആളുകളുണ്ടാവും, അവരെ കൊണ്ട് കത്തെഴുതിക്കുക. ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ട്യൂബ്ലൈറ്റ് തിരിച്ചെടുക്കുന്നുണ്ടല്ലോ, ഇതേ ട്യൂബ്ലൈറ്റ് എന്തുകൊണ്ടാണ് നാട്ടിൽ തിരിച്ചെടുക്കാത്തത് എന്ന് അവരെ പോലെ 10 പേര് ചോദിക്കുമ്പോഴാണ് ഈ ബാക്കി വായിക്കുന്ന സാമാന്യ ബോധമുള്ള ആളുകളുണ്ടല്ലോ അവരും അങ്ങനെ ആലോചിക്കുകയുള്ളൂ. ഇവിടെയുള്ള പ്രശ്നം വെച്ചാൽ ഈ പൊതുബോധം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അവരാണ് മെജോറിറ്റി, അവർ തീരുമാനിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നുള്ളതാണ് ഈ അതോറിറ്റി പറയുന്നത്. പക്ഷേ ഈ പൊതുബോധം എന്ന് പറയുന്നത് എപ്പോഴും സ്ക്യൂഡാണ്. അവർ വിശ്വസിക്കുന്നത് ഈ പത്രത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അതിൽ വരുന്ന പല കാര്യങ്ങളും കള്ളമാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ആർട്ടിക്കിളുകൾ, ചെറിയ ചെറിയ ആർട്ടിക്കിളുകൾ, കത്തുകൾ, അത് എഴുതി പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റിനെ കുറിച്ച് ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്. എല്ലാത്തിലും കൂടുതലും കുറേ പൊടിപ്പും തൊങ്ങലും അല്ലാതെ ഇത്തരത്തിലുള്ള അതിനകത്തുള്ള ഈ നിറ്റിഗ്രിറ്റീസിലേക്ക് പോകാനോ സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ട് സംസാരിക്കാൻ ആളുകളില്ല. അതും കൂടെ അങ്ങനെ കുറച്ചിപ്പം ബ്ലോഗുകളാകാം, അല്ലെങ്കിൽ ഇപ്പം എന്താണ് സാറിൻ്റെ ബ്ലോഗിനകത്ത് കമ്പോസ്റ്റിങ്ങിനെ കുറിച്ചും സാധനങ്ങൾ, അത് ഒരുപാട് പേർക്ക് ലിങ്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരുപാട് പേർക്ക് അത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള റിസോഴ്സ് നമ്മൾ കുറേ ക്രിയേറ്റ് ചെയ്യാം. കാരണം ആളുകൾക്ക് ഇപ്പം നെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലാതെ ഇങ്ങനെ പത്രങ്ങളാണ് കൂടുതൽ ആളുകൾ വായിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് കൊണ്ടുവരാനും നമുക്ക് പറ്റണം. നിയമങ്ങൾ ഇത് നടപ്പിലാക്കി വരാണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുണ്ട്. ഇന്ന് വരെ വാട്ടർ ആക്ടിൻ്റെ കീഴിലോ എയർ ആക്ടിൻ്റെ കീഴിലോ വയലേഷന് ഒരാളിനെതിരെ കേസ് ചാർജ് ചെയ്ത് ശിക്ഷിച്ചിട്ടില്ല ഇന്ത്യയിൽ.
പ്ലാസ്റ്റിക് ചെരുപ്പ്, സാനിറ്ററി നാപ്കിൻസ് ഇതെല്ലാം ഇപ്പൊ എന്തായാലും ഉണ്ട്. ഇനി ഫ്യൂച്ചറിൽ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് സെക്കൻഡ് നമ്മുടെ സൊല്യൂഷൻ ഫോർ ദ ഫ്യൂച്ചർ. പക്ഷേ ഈ എക്സിസ്റ്റിംഗ് സാധനങ്ങൾ നമ്മളെങ്ങനെ എക്സിസ്റ്റിംഗ് സാധനത്തിന് നമ്മൾ സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെട്ടുള്ള ഒരു കാര്യത്തിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ നമ്മളതിനെ ഹിസ്റ്റോറിക്കൽ വേസ്റ്റ് എന്നാണ് പറയുന്നത്. പല പ്ലാന്റുകളിലൊക്കെ ആയിട്ട് തന്നെ കുറേ പ്ലാസ്റ്റിക് വേസ്റ്റ് റീസൈക്കിൾ ചെയ്യാൻ പറ്റാതെ കിടപ്പുണ്ട്. ഇതിനെയൊക്കെ വൺ ടൈം സൊല്യൂഷൻ നിലയിൽ ഇപ്പം വിളപ്പിൽ ശാലയിൽ തന്നെ അവർ ക്യാപ്പിംഗ് നടത്തിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്ഥലം, കുറച്ച് പണച്ചെലവാണ്, ഒരു സാനിറ്ററി ലാൻഡ് ഫില്ല് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വരും. ആ സാനിറ്ററി ലാൻഡ് ഫില്ല് എല്ലാ വേസ്റ്റിനും വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് ഇത്തരത്തിലുള്ള നോൺ റീസൈക്കിളബിൾ ആയിട്ടുള്ള വേസ്റ്റിനെ നമ്മൾ ലാൻഡ് ഫിൽ നാപ്കിൻ അല്ല അത് അപ്പം സർക്കാർ ജനച്ചാൽ ഇത് തൽക്കാലം സാനിറ്ററി നാപ്കിൻസിന് നമ്മളിപ്പോൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ വലിയ പിറ്റ് എവിടെയെങ്കിലും എടുത്തിട്ട് വീട്ടിലാണെങ്കിൽ അതിനകത്ത് ഇത് അതിനുമുള്ളൊരു കവർ ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി അതിനകത്തോടെ ഇട്ടിട്ട് കുറച്ച് ലൈം ഇടും. സാനിറ്റേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈം ഇടുന്നത്. ലൈം പൗഡർ ഇട്ട് കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ കുറച്ചൊക്കെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. അത് മാത്രമേ ഇപ്പോൾ നമ്മുടെ വഴിയുള്ളൂ. ഞാൻ മറ്റ് സാധനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ തന്നെയും ഇതിനെ ശേഖരിച്ച് ഒരിടത്തേക്ക് കൊണ്ടുപോകണം. ഡെയിലി കളക്ട് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇതിനെ ഇപ്പോൾ തൽക്കാലം കണ്ടെയ്ൻ ചെയ്തിട്ട് ഒരു സാനിറ്ററി ലാൻഡ് ഫില്ലിലേക്ക് മാറ്റണം. അതിനൊരു സാനിറ്ററി ലാൻഡ് ഫിൽ അങ്ങനെ ഒരു സാധനം ആദ്യമായിട്ട് ഉണ്ടാക്കണം. അത് ഉണ്ടാക്കുന്നില്ല അവർ.